ഇവനെയും വചന ശുശ്രൂഷയാകുന്നുവല്ലോ. എല്ലാവരും പ്രാർത്ഥനാപൂർവം ഈ വചന ശുശ്രൂഷ കേൾവിക്കായിട്ട് ഒരുങ്ങണമേ എന്ന് അപേക്ഷിക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛനെ വചന ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കുകയും ചെയ്യും. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. വിശ്വസ്തനായ ദൈവമേ, സ്വർഗപിതാവേ, വിശുദ്ധ ദിവസത്തിൻ്റെ മധ്യാഹ്ന സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ ഹോശന്ന ഞായറാഴ്ചയായി വേർതിരിച്ച് ആരാധിക്കുന്ന ദിവസം ഞങ്ങൾക്കും ഞങ്ങളുടെ ആലയത്തിൽ ഒരുമിച്ച് കൂടുന്നതിനും നിന്നെ മഹത്വപ്പെടുന്ന നൽകിയ സാവകാശത്തിനായി, സമയത്തിനായി, അവസരത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദീർഘവർഷങ്ങൾ ഇടവകയായി പ്രദേശത്ത് പ്രവർത്തിക്കാൻ ഞങ്ങളെ നീ സഹായിച്ചല്ലോ. ഇന്ന് ഇടവക ദിനമായി ആഘോഷിക്കുന്നതിനും ദൈവം നടത്തിയ വഴികളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നതിനും ലഭിച്ചിരിക്കുന്ന വലിയ അവസരത്തിനായി സ്തോത്രം. ഇടവക രൂപീകരണത്തിന് നേതൃത്വം നൽകിയ എല്ലാ ഞങ്ങളുടെ കഴിഞ്ഞകാല മാതാപിതാക്കളെയും പ്രവർത്തകരെയും ഓർത്ത് നിന്നെ സ്തുതിക്കുന്നു. ഈ കാലങ്ങളിലൊക്കെ ഞങ്ങൾക്ക് നേതൃത്വം നൽകിയ അച്ഛന്മാരെയും കുടുംബങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഞങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുന്ന ജോൺ മാത്യു അച്ഛനെയും കുടുംബത്തെയും ഓർത്തും പ്രാർത്ഥിക്കുന്നു. ഇടവകയായ കുടുംബങ്ങളായി നിങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ വലിയ ഒരു പട്ടണത്തിൽ ഞങ്ങൾ കർത്താവിൻ്റെ സാക്ഷികളായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. നീ ഞങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിയെക്കുറിച്ചുള്ള ബോധ്യം ഞങ്ങൾക്ക് എപ്പോഴും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ നിൻ്റെ മക്കളാണ്, നിൻ്റെ അംബാസഡേഴ്സാണെന്നുള്ള ബോധ്യത്തോടുകൂടി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. അല്പസമയം കൂടെ ഞങ്ങൾ വചനത്തിന് മുൻപാകെ ഇരിക്കുമ്പോൾ ദൈവശബ്ദം കേൾപ്പാനായി ഞങ്ങളുടെ ഹൃദയങ്ങളെയും കാതുകളെയും ഒരുക്കണമേ. ഞങ്ങളെ പുതിയ പുതിയ അനുഭവങ്ങളിലേക്കും പുതിയ പുതിയ സാക്ഷ്യങ്ങളിലേക്കും തീരുമാനങ്ങളിലേക്കും നയിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കണമേ. ആമേൻ. ബഹുമാനപ്പെട്ട അച്ഛന്മാർക്കും നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഞാൻ അറിയിക്കുന്നു. ഇന്ന് ഹോശാന ഞായറാഴ്ചയാകുന്നല്ലോ. കർത്താവ് ആരെയും ഭയക്കാതെ പരസ്യമായി ഒരു കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി യെരുശലേമിലേക്ക് പരസ്യമായി പ്രവേശിച്ചതിൻ്റെ ഓർമ്മ പുതുക്കുന്ന ദിവസമാണിന്ന്. അപ്പോൾ അവിടെ കൂടിയിരുന്നവരെല്ലാവരും ഇപ്പോൾ രക്ഷിക്കുക എന്നർത്ഥമുള്ള സേവ് നൗ എന്നർത്ഥമുള്ള ഹോശാന എന്ന് ആർത്ത് സ്തുതിച്ചു. എന്നാൽ അതേ ഇടവകക്കാർ തന്നെ പിറ്റേ വെള്ളിയാഴ്ചയായപ്പോൾ ഇവനെ ക്രൂശിക്കുക എന്നും നിലവിളിച്ചു. ആ പള്ളിക്കാർ തന്നെയാണ് ക്രൂശിക്കാനായിട്ട് നിലവിളിച്ചത്. അപ്പോൾ ഏറ്റവും രൂപാന്തരം ആവശ്യമായിരിക്കുന്ന ഇടവകകൾക്കാണ്. ഞങ്ങളെ രക്ഷിക്കുക എന്ന് പറഞ്ഞവർ തന്നെ ദിവസങ്ങൾക്കകം ക്രൂശിക്കുക എന്ന് പറയുകയും ആ ക്രൂശീകരണത്തിന് നേതൃത്വം നൽകുകയും ചെയ്ത ചരിത്രമാണ് ഹോശാനയുടെ ചരിത്രം. കർത്താവായ യേശുക്രിസ്തു പരസ്യമായിട്ട് പ്രവേശിച്ചപ്പോൾ പട്ടണത്തെ നോക്കി കരയുന്നു. നിങ്ങളുടെ രക്ഷയ്ക്കുള്ളത് നീ സ്വന്തമാക്കിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. രക്ഷയ്ക്ക് വേണ്ടിയുള്ള അവസാനത്തെ വിളിയാണ് ആ യാത്രയിലൂടെ സംഭവിച്ചത്. അവരുടെ അവസാനത്തെ ചാൻസ് ആയിരുന്നു അത്. എന്നാൽ പലരും അത് നഷ്ടപ്പെടുത്തിയ ചരിത്രമാണ് ഹോശാനയുടെ ചരിത്രം. കഴിഞ്ഞ വർഷത്തെ ഹോശാനയിൽ ഞാൻ ഓർഷ്യയിലുള്ള കാൻബറ ദേവാലയത്തിലായിരുന്നു. അവിടെ ഇതുപോലെ ധാരാളം ആളുകൾ, പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സ്, കൊച്ചു കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ ഒരുമിച്ച് കൂടിയത് ഞാൻ ഓർക്കുന്നു. നമ്മുടെ സഭ വളർന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിലും ഭാരതത്തിലും അല്ല, ഓസ്ട്രേലിയയിലും UK-യിലും കാനഡയിലും ഒക്കെയാണ്. അതൊരു വലിയ വളർച്ചയായി നമ്മൾ കരുതുന്നു. എന്നാൽ കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ച് ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഈ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ കൺവെൻഷനായിട്ട് ഒരുമിച്ച് കൂടി. ആ കൺവെൻഷൻ്റെ അനുഗ്രഹത്തിന് ഏറ്റവും സഹായമായത് നമ്മുടെ ഗായക സംഘത്തിൻ്റെ പാട്ടായിരുന്നു, അതുപോലെ തന്നെ പ്രാർത്ഥനയായിരുന്നു. എല്ലാറ്റിനുമായി നന്ദി അറിയിക്കുന്നു. നിങ്ങളോടുകൂടെ ഈ ദിവസങ്ങളിലായിരിക്കാൻ എനിക്ക് ലഭിച്ച അവസരത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ട സുബിനച്ഛനെയും എനിക്ക് പരിചയപ്പെടുവാൻ നേരത്തെ അറിയാം, എങ്കിലും വീണ്ടും കാണുവാനൊക്കെ ഇടയാതെ ദൈവത്തെ സ്തുതിക്കുന്നു. ജോൺ മാത്യു അച്ഛൻ എൻ്റെ ഒരു സ്നേഹിതനാണ്. അച്ഛനാകുന്നതിന് മുൻപ് തന്നെ എൻ്റെ സുഹൃത്താണ്. ഞങ്ങൾ ഒരുമിച്ച് യുവജന സഖ്യത്തിൽ ഞാൻ സെൻട്രൽ പ്രസിഡൻറ്റും അച്ഛൻ സെക്രട്ടറി ആയിട്ടൊക്കെ പ്രവർത്തിച്ചിട്ടുള്ളതാണ്. അച്ഛൻ്റെ പ്രവർത്തനങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ദിവസങ്ങൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് റൺ ടു വിൻ, വിജയത്തിലേക്കുള്ള ഓട്ടം അല്ലെങ്കിൽ വിജയത്തിനായി ഓടുക എന്നുള്ള ചിന്താവിഷയമാണ്. ജീവിതം ഒരു യാത്രയാണ്. ലൈഫ് ഈസ് എ ജേണി. നമ്മൾ ആദ്യത്തെ ദിവസം തന്നെ ചിന്തിച്ചു, ജീവിതം ഒരു വിനോദയാത്രയല്ല. കളിച്ച് രസിച്ച് തിന്നു മുടിച്ച് തീർക്കാനായിട്ടുള്ള, ആരോടും കണക്ക് ബോധിപ്പിക്കേണ്ട എന്നുള്ള രീതിയിൽ ജീവിക്കാനുള്ളൊരു വിനോദയാത്രയല്ല. പിന്നെ എപ്പോഴും കരഞ്ഞുകൊണ്ട് തീർക്കേണ്ട ഒരു വിലാപയാത്രയുമല്ല. ഒരു ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്ന ഒരു പിൽഗ്രിമേജാണ്, ഒരു തീർത്ഥയാത്രയാണ് ജീവിതം എന്നാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങൾ എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ പ്രതിപാദിച്ച 2 പിതാക്കന്മാരെക്കുറിച്ച്, അവരുടെ ജീവിതയാത്രയെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത്. ഒന്ന് വിശ്വാസിയുടെ പിതാവായ അബ്രഹാമും രണ്ടാമത് അദ്ദേഹത്തിൻ്റെ കൊച്ചുമകനായ യാക്കോബിൻ്റെയും ജീവിതത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് വേദപുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഥയാണ്. ഏതാണ്? ദ മോസ്റ്റ് ഫേമസ് സ്റ്റോറി ഇൻ ദ ബൈബിൾ.
ദ മോസ്റ്റ് ഫേമസ് സ്റ്റോറി ഇൻ ദ വേൾഡ് ഏതാ? ഇതില്ലേ? 23-ാം സങ്കീർത്തനം കഴിഞ്ഞാൽ പിന്നെ മാർത്തോമാക്കാർക്ക് ഏറ്റവും പരിചയമുള്ള വേദഭാഗം ഏതാണ്? അതുമില്ല. ഞങ്ങൾക്ക് അങ്ങനെ പ്രത്യേക പരിചയം. 23-ാം സങ്കീർത്തനം അറിയാവോ? അതറിയാം. ദൈവത്തിന് സ്തോത്രം. വേദപുസ്തകത്തിൽ എ ലിറ്റിൽ ബൈബിൾ ഇൻ ദ ബൈബിൾ എന്നറിയപ്പെടുന്ന ഒരു അധ്യായമാണ്. എ ലിറ്റിൽ ബൈബിൾ ഇൻ ദ ബൈബിൾ, അതായത് വേദപുസ്തകത്തിനുള്ളിലെ വേദപുസ്തകം. അതേതെന്നറിയാവോ? വേദപുസ്തകം എന്തിനു വേണ്ടിയാണ് എഴുതിയതെന്നറിയാവോ? ഒന്നും അറിയാം. ബൈബിൾ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമെന്നറിയാവോ? ബൈബിൾ എന്ന് പറഞ്ഞാൽ എന്താ? യേശു എന്നാ ജനിച്ചതെന്നറിയാവോ? എന്നാ ജനിച്ചേ? ഞാൻ തമാശ ചോദിച്ചല്ല. യേശു എന്നാ ജനിച്ചത്? നിങ്ങൾ ക്രിസ്ത്യാനികളാണ്, മാർത്തോമാക്കാരാണ്, വലിയ തോമസ് ശ്ലീഹായെ സ്ഥാപിക്കപ്പെട്ട പറഞ്ഞ് ബന്ധം വരുന്ന തോമസിന്റെ അനന്തരന്മാരായിട്ടൊക്കെ വരുന്ന വലിയ പാരമ്പര്യമുള്ളവരാണ്. യേശു എന്നാ ജനിച്ചത്? എന്നാ മരിച്ചത്? യേശുക്രിസ്തു BC 4 ജനിക്കുകയും AD 29 മരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ചരിത്രം. നമ്മൾ ഇന്നും വിശ്വാസ പ്രമാണം പറഞ്ഞു. അതിൻ്റെ അകത്ത് പീലാത്തോസിൻ്റെ നാൾ, പീലാത്തോസ് എന്നൊക്കെ പറഞ്ഞു. വിശ്വാസ പ്രമാണത്തിൽ പീലാത്തോസിൻ്റെ പേര് പറഞ്ഞ വല്ല കാര്യമുണ്ടോ? എന്തിനാ പീലാത്തോസിൻ്റെ പേര് പറഞ്ഞേ? പീലാത്തോസ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലത്താണ് യേശുക്രിസ്തു. ഇതൊരു ഇതിഹാസമോ പുരാണമോ ഒന്നുമല്ല, ഇത് ചരിത്ര സംഭവമാണ്. ഇതിനെക്കുറിച്ച് നമുക്ക് കൂടുതലൊന്നും അറിഞ്ഞില്ലെങ്കിൽ യേശു എന്നാ ജനിച്ചത്, യേശു എന്നാ മരിച്ചത്, ഈ കാര്യങ്ങളൊക്കെ അറിയണം. യേശുക്രിസ്തു BC 4 ജനിക്കുകയും AD 29 മരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ചരിത്രം. ബൈബിൾ എന്നുള്ള പദത്തിൻ്റെ അർത്ഥം പുസ്തകം എന്നാണ്. ദ ബുക്ക്. ലോകത്തിലൊറ്റ പുസ്തകമേ ഉള്ളൂ, അത് വേദപുസ്തകമാണ്, ബൈബിളാണ്. അപ്പോൾ വേദപുസ്തകം എഴുതപ്പെട്ടത് ലോകരക്ഷയ്ക്കായിട്ട് ലോകത്തിൽ അവതരിപ്പിച്ച ഏക രക്ഷകനെയുള്ളത് യേശുവാണെന്നുള്ള സന്ദേശം ലോകത്തിൽ അറിയിക്കാനാണ്. ലോകത്തിൽ ഒരുപാട് മതങ്ങളുണ്ട്. ലോകത്തിൽ 800 കോടി ആളുകളുണ്ടെന്നാണ് പറയുന്നത്. ഈ 800 കോടി ആളുകൾ 4000 മതങ്ങളായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു. അതിൽ തന്നെ 20 പ്രധാന മതങ്ങളുണ്ട്. 20 പ്രധാന മതങ്ങൾ. ആ മതങ്ങളെല്ലാം പല കാര്യങ്ങളിൽ വിയോജിക്കുന്നവരാണെങ്കിലും യോജിക്കുന്ന ഒരു കാര്യമുണ്ട്. അത് ദൈവമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്നുള്ള കാര്യമാണ്. ഈ കാര്യത്തിൽ എല്ലാ മതങ്ങളും യോജിക്കുന്നത്, പ്രധാന മതങ്ങളെല്ലാം. ദൈവം എന്നുള്ളതിന് പല പേര് പറഞ്ഞേക്കാം. അള്ളാഹു എന്ന് പറയുന്നവരുണ്ട്, യഹോവ എന്ന് പറയുന്നവരുണ്ട്, ബ്രഹ്മാവ് എന്ന് പറയുന്നവരുണ്ട്. അങ്ങനെ പല രീതിയിൽ ദൈവത്തെ പേരിട്ട് വിളിച്ചാൽ അവരെല്ലാം പറയുന്നത് ദൈവമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. എന്നാൽ ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യർ തിരികെ പാപം മൂലം ദൈവത്തിൽ നിന്ന് അകലുകയാണ്. അതാണ് മനുഷ്യൻ്റെ ചരിത്രം. ഏദൻ തോട്ടത്തിൽ ദൈവത്തോടുകൂടെ ജീവിക്കേണ്ടതിനെ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ പാപം മൂലം ദൈവത്തിൽ നിന്ന് അകന്നു. പാപം ചെയ്താൽ പിന്നെ ദൈവത്തോട് യാത്ര സാധ്യമല്ല, ജീവിക്കാൻ സാധ്യമല്ല. അങ്ങനെ ദൈവത്തിൽ നിന്ന് അകന്നു പോയ മനുഷ്യർ തിരികെ ദൈവത്തിലേക്ക് തിരികെ വരുവാൻ ശ്രമിക്കുന്ന ശ്രമങ്ങളാണ്, വിഫല ശ്രമങ്ങളാണ് മതങ്ങൾ. എല്ലാ മതങ്ങളും പറയുന്നത് ഞങ്ങളുടെ കൂടെ കൂടിയാൽ നിങ്ങൾക്ക് മോക്ഷം പ്രാപിക്കാം, സ്വർഗത്തിൽ പോകാം. എല്ലാ മതങ്ങളും പറയുന്നതാണ്. പക്ഷെ എല്ലാ മതങ്ങളും പരാജയപ്പെട്ടിടത്ത് വേദോത്സവൻ ഉപയോഗിക്കുന്ന ഇൻ ദ ഫുൾനെസ് ഓഫ് ടൈം, കാലസമ്പൂർണതയിൽ ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു. അതാണ് യേശുക്രിസ്തു. അതുകൊണ്ടാണ് ക്രിസ്ത്യാനിറ്റി ഈസ് നോട്ട് എ റിലിജിയൻ. ഇത് മറ്റു മതങ്ങൾ പോലെ ഒരു മതമല്ല. പിന്നെ എന്താണിത്? ഇറ്റ്സ് എ വേ ഓഫ് ലൈഫ്. ഇതൊരു ജീവിത ശൈലിയാണ്, ഇതൊരു ജീവിത മാർഗമാണ്. മാർഗം എന്ന് പറഞ്ഞാൽ എന്താ? വഴി എന്തിനുള്ളതാണ്? വഴി നിൽക്കാനുള്ളതല്ല, നടക്കാനുള്ളതാണ്. ഇതെന്നും പുരോഗമിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു മാർഗമാണ്. ആ മാർഗത്തിൽ ഉൾപ്പെട്ടവരാണ് ക്രിസ്ത്യാനികൾ. തികഞ്ഞവരല്ല. നമ്മളിങ്ങനെ നിത്യതയിലേക്ക് പ്രത്യാശയോടെ അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു മൂവ്മെൻ്റാണ്, നമ്മൾ മൂവ് ചെയ്യുന്നവരാണ്. അപ്പോൾ പാപം മൂലം ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യൻ ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ, തിരികെ വരാൻ എന്നുള്ള രക്ഷാ സിദ്ധാന്തം അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിക്കുന്ന പുസ്തകമാണ് വേദപുസ്തകം. വേദപുസ്തകം എഴുതപ്പെട്ടത് വേറെ കാര്യത്തിന് വേണ്ടിയല്ല, ഭൂമി ഉരുണ്ടതാണെന്ന് തെളിയിക്കാനല്ല, ശാസ്ത്രം പഠിക്കാനല്ല, അസുഖം വരുമ്പോൾ തലയ്ക്ക വെക്കാനല്ല. ചിലരങ്ങനെയാണ്. വേദപുസ്തകത്തിൻ്റെ ഏക ഉപയോഗം അങ്ങനെയാണ്. തലയ്ക്കലൊരു വേദപുസ്തകം, കാലിൻ്റെ അവിടെ ഒരു ചൂലും ഉണ്ടെങ്കിൽ ഒരുമാതിരിപ്പെട്ട ഭൂതമൊന്നും വരികയില്ലെന്ന നമ്മുടെ കേരളത്തിലെ പലരുടെയും വിചാരം. അങ്ങനെ ഉപയോഗിക്കാനായിട്ടല്ല. പിന്നെ വേദപുസ്തകം എടുത്ത ഇടവയോഗം കൂടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എറിയാനല്ല. ഇവിടെ ഹെബ്രോനിൽ അങ്ങനെയായിരുന്നു. വേദപുസ്തകം എടുത്താണ് ആയുധം.
ബൈബിൾ ഞങ്ങളുടെ ആയുധമാണ്. ബൈബിൾ അങ്ങനെ അന്യോന്യം ആക്രമിക്കാനുള്ളതല്ല. വേദപുസ്തകം ഇത് ഒറ്റ കാര്യത്തിന് വേണ്ടിയാണ്. ലോകത്തിൽ ഒറ്റ രക്ഷകനേ ഉള്ളൂ, അത് യേശുവാണ്. ആ രക്ഷയുടെ സന്ദേശം ലോകത്തെ അറിയിക്കാൻ വേണ്ടി എഴുതപ്പെട്ടുള്ളതാണ് വേദപുസ്തകം. ഈ സന്ദേശം മുഴുവൻ ഉൾക്കൊള്ളുന്ന ഒരു അധ്യായം വേദപുസ്തകത്തിലുണ്ട്. അതാണ് ലൂക്കോസ് 15-ാം അധ്യായം, ലൂക്ക് 15. നമുക്ക് ഏറ്റവും അറിയാവുന്ന ഒരാളിനെ കുറിച്ച് പറയുന്ന അധ്യായമാണ് ലൂക്ക് 15. 15-ാം അധ്യായം പറയുന്നത് നഷ്ടപ്പെട്ടു പോയവർക്കൊരു മടങ്ങിവരവ് സാധ്യമാണ്. നഷ്ടപ്പെട്ടു പോയവർ എന്നേക്ക് നഷ്ടപ്പെട്ടവരല്ല, അവർക്ക് തിരിച്ചുവരവ് സാധ്യമാണെന്നുള്ള നിത്യജീവന്റെ സന്ദേശമാണ് ഈ അധ്യായം നൽകുന്നത്. യേശുക്രിസ്തു പറഞ്ഞ 3 പാരബിൾസാണ് അതിൻ്റെ അകത്തുള്ളത്, നമുക്കറിയാം. ഒന്നാമത് യേശുക്രിസ്തു പറഞ്ഞ ഒരു മനുഷ്യന് 100 ആടുണ്ടായിരുന്നു, അത് നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ നഷ്ടപ്പെടുന്നതാണ് പാപം, കൂട്ടം തെറ്റുന്നതാണ് പാപം. ഈ ആട് എന്ന് പറയുന്നത് ഒരു ബുദ്ധിയില്ലാത്ത ജീവിയാണ്. അതൊരിക്കലും ഒരു സ്ട്രെയിറ്റ് ലൈനിൽ യാത്ര ചെയ്യത്തില്ല. ആടങ്ങനാണ്. പിന്നെ ആടിന് ദേ ക്യാൻ സ്മെൽ വാട്ടർ. വെള്ളം എവിടെയുണ്ടെന്ന് അതിന് സ്മെല്ല് ചെയ്യാം. അങ്ങ് പോയി 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 പിന്നെ രക്ഷപ്പെടാനൊക്കെ അവിടെ കിടന്ന് എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് കിടക്കത്തേ ഉള്ളൂ, തന്നെത്താൻ രക്ഷപ്പെടാനൊക്കെ. അതാണ് ആട്. രണ്ടാമത് യേശുക്രിസ്തു പറഞ്ഞ ഒരു സ്ത്രീക്ക് 10 ദ്രഹ്മയുണ്ട്. അത് വെഡിങ്ങിന് ഉപയോഗിക്കുന്ന ഓർണമെന്റ്സ് ആണ് ഈ ദ്രഹ്മ എന്ന് പറയുന്നത്. അതിലൊന്ന് കളഞ്ഞുപോയി. നിങ്ങൾ വേദോസം മലയാളം കൊണ്ടുവന്നിട്ടുള്ളവരുണ്ടെങ്കിൽ 15-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം നോക്കി. യേശുക്രിസ്തു ആരോടാണ് ഇത് പറഞ്ഞത്? ആരോടാ പറഞ്ഞത്? വായിക്കണ്ട, പറഞ്ഞാൽ മതി. ആരോടാ പറഞ്ഞേ? ഉറക്കെ പറഞ്ഞേ. ആണോ? എന്നോട് നോക്കിയിട്ട് പറഞ്ഞേ. ആരോടാ പറഞ്ഞേ? സെന്റ് ജോൺസ് അവിടെ 2 ഗ്രൂപ്പായി മാറിയിരിക്കുന്നു, ഒറ്റ വാക്യത്തിൻ്റെ പേര്. ഒരു കൂട്ടര് ചുങ്കക്കാരും പാവികൾ, മറുകൂട്ടർ. വേറെ വല്ല ഉത്തരവുണ്ടോ? ആരോടാ പറഞ്ഞേ? മിണ്ടാതിരിക്കുന്ന 3-ാമത്തെ ഗ്രൂപ്പ്. അപ്പോൾ ഒരു വാക്യത്തിന് മുറി കേട്ടുവെച്ചാൽ മതി, നമ്മൾ എടുത്ത് ചാടിക്കളയും. നമ്മുടെ ഭർത്താക്കന്മാരുടെ ഒരു കുഴപ്പമാണ്. ആരെങ്കിലും വന്നൊരു 3-4 വാക്യം കൂട്ടി പറയാമെങ്കിൽ അവരുടെ പുറകെ പോകും. എന്നിട്ട് പറയും വചനം പഠിക്കണമല്ലോ, അവിടെ പോകണം. അതിൻ്റെ മേളിൽ എന്തോ എഴുതിയിരിക്കുന്നത്, താഴെ എന്തോ എഴുതിയിരിക്കുന്നത് എന്നൊക്കെ നോക്കിയിട്ട് പറയണം. ആരോടാ പറഞ്ഞത്? നിർത്തി. ആരോടാ പറഞ്ഞത്? ചുങ്കക്കാരും പാപികളും അവൻ്റെ അടുക്കൽ വരുന്നു, അവൻ അവരോടുകൂടെ അസോസിയേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് പിറുപിറുത്ത പരീശന്മാരോടും ശാസ്ത്രിമാരോടും അവൻ ഈ ഉപമ പറഞ്ഞു. അങ്ങനല്ലേ എഴുതിയേക്കുന്നേ? പരീശന്മാരെന്ന് പറഞ്ഞാൽ ആരാന്നറിയോ? പരീശന്മാരെന്ന് പറഞ്ഞാൽ പള്ളിയിൽ ഭരണഘടനയും കൊണ്ട് വരുന്നവരാണ്. ഭരണഘടന മുഴുവൻ കാണാതെ അറിയാം. വേദപുസ്തകത്തിൽ ഒറ്റ വാക്യവും അറിയത്തില്ല. ഇടവയോഗം കൂടുമ്പോൾ അച്ഛൻ 36A എന്താ അച്ഛാ പറയുന്നത്? അച്ഛന്മാരെ പഠിപ്പിക്കാം. തലനാരിഴ കീറി ന്യായപ്രമാണം മുഴുവൻ അറിയാം, ഒന്നും തെറ്റിക്കത്തില്ല. കറക്റ്റായിട്ട് കാണാതെ പഠിച്ച് അത് അപ്പൻ മരിക്കുമ്പോൾ പിന്നെ ഭരണഘടന മോനെ ഏൽപ്പിച്ചേച്ചു പോകും. അങ്ങനെയുള്ള ഭരണഘടനാ വിദഗ്ധന്മാരാണ് പരീശന്മാർ. വലിയ ബുദ്ധിമുട്ട് അങ്ങനെയുള്ളവരൊക്കെ ഉണ്ട്. 2-ാമത്തെ ഗ്രൂപ്പ് ആരാണ്? ശാസ്ത്രിമാരെന്ന് പറഞ്ഞാൽ വേദപുസ്തകം താത്തു വെക്കാത്തവരാണ്. ഉച്ചവരെ നിന്നൊക്കെ വായിച്ചു കളയും. ഭയങ്കര ഭക്തന്മാരാണ്. അപ്പോൾ 2 കൂട്ടരാണ് അത്യാവശ്യമായിട്ട് നന്നാകേണ്ടതെന്ന് യേശു പറഞ്ഞു. ചുങ്കക്കാരെയും പാപികളെക്കാട്ടി കൂടുതൽ നന്നാകേണ്ടത് പരീശന്മാരും ശാസ്ത്രിയുമാണ്. അവരോടാണ്. അതുകൊണ്ട് മാനസാന്തരം ആവശ്യമില്ലാത്ത ആരുമില്ല, എല്ലാവരും മാനസാന്തരപ്പെടണം. നിൽക്കുന്ന ഞാനും ഇരിക്കുക നിങ്ങൾ. ഇന്നടത്ത് ഇന്നാർക്ക്, ഇന്നത്തെ പ്രസംഗം ഇന്നാർക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞേച്ചു പോകരുത്. എല്ലാവർക്കും രൂപാന്തരം ആവശ്യമാണ്. യേശുക്രിസ്തു പറഞ്ഞ 3 ഉപമകൾ, ആദ്യത്തെ ഞാൻ പറഞ്ഞല്ലോ ആടിൻ്റെ ഉപമയാണ്. ആട് കാണാതെ പോയെങ്കിൽ അതിനെ തേടി വല്ലവരും പോയേ പറ്റത്തുള്ളൂ. അതിനെ തേടി രക്ഷകൻ ചെല്ലണം. ആട് തന്നെ തിരിച്ചു വരുന്ന ചരിത്രമില്ല. അതൊരു ബുദ്ധിയില്ലാത്ത ജീവിയാണ്. അങ്ങനെ സംഭവിക്കുന്ന പാപമാണ്. രണ്ടാമത് ദ്രഹ്മയും അങ്ങനെയാണ്. അതിനറിയത്തില്ല നഷ്ടപ്പെട്ടെന്ന്, എവിടെ കിടക്കുകയാണ്, അതിനറിയാമോ നഷ്ടപ്പെട്ടെന്ന്? അതിനെ അന്വേഷിച്ച് ആരെങ്കിലും ചെല്ലണം. എന്നാൽ മൂന്നാമതാണ് യേശുക്രിസ്തു പറഞ്ഞ വേൾഡ് ഫേമസ് സ്റ്റോറി. ഏതാണത്? സ്റ്റോറി ഓഫ് പ്രോഡിഗൽ സൺ, മുടിയനായ പുത്രൻ്റെ ഉപമ. അതാ ഞാൻ പറഞ്ഞ 23-ാം സങ്കീർത്തനം കഴിഞ്ഞാൽ നമുക്ക് വളരെ പരിചയമുള്ള വേദഭാഗം. നമ്മുടെ ഒരു വീട്ടിലെ ഒരാളെ പോലെ നമുക്ക് മുടിയൻ പുത്രനെ അറിയാം, അല്ലേ? അതിന് 11-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. 15-11. പാപമാണ് സാത്താൻ്റെ ആയുധമാണ് പാപം. ആ പാപം സാത്താൻ പ്രയോഗിക്കുന്നത് കുടുംബങ്ങളിലാണ്. ഒരു കുടുംബത്തിൽ സംഭവിച്ച സംഭവത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് യേശുക്രിസ്തു. ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. ഇളയ പുത്രനിലേക്ക് സാത്താൻ കയറുകയാണ്. മാർത്തോമാ സഭയിലെ ഒരു വീട്ടിൽ
ഒരു ഒരു 10-21 വയസ്സുള്ള കുട്ടി അപകടത്തിൽ മരിച്ചു. എൻജിനീയറിങ്ങിന് പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. അവൻ്റെ അടക്കം കഴിഞ്ഞിട്ട്, എൻജിനീയറിംഗ് അല്ല, മെഡിസിന് പഠിച്ച വിദ്യാർത്ഥിയാണ്. അവൻ്റെ അടക്കം കഴിഞ്ഞിട്ട് അന്ന് വൈകിട്ട് അവൻ്റെ മാതാപിതാക്കളെ കണ്ട് ആശ്വസിപ്പിക്കാൻ പ്രാർത്ഥിക്കാൻ ചെന്ന വികാരി അച്ഛനോട് അവൻ്റെ പപ്പ പറഞ്ഞ വാചകം വെച്ചാൽ, കഴിഞ്ഞ 2 വർഷമായി ഞാൻ ആഗ്രഹിച്ചിരുന്ന ദിവസമാണ് ഇന്ന്. സ്വന്തം പിതാവ് പറയാണ്, കഴിഞ്ഞ 2 വർഷമായി ഞാൻ പ്രതീക്ഷിച്ചിരുന്ന ദിവസമാണ്, ആഗ്രഹിച്ചിരുന്ന ദിവസമാണ് ഇന്ന്. ചങ്ക് പൊട്ടുന്ന വർത്തമാനമാണ്. ആ വീട്ടിൽ ഇളയൊരു പെൺകുഞ്ഞൂടെ ഉള്ളൂ. എന്നിട്ട് അദ്ദേഹം വിശദീകരിച്ചു, അച്ഛാ, എടുപ്പത് പണം കൊടുത്ത് ഞാൻ ഇവന് മെഡിസിൻ അഡ്മിഷൻ വാങ്ങിച്ചു കൊടുത്തു. അബുദാബി ജോലി ചെയ്യുന്ന ആളാണ്. അന്ന് കുറേ വർഷങ്ങൾ എടുപ്പത് പണം കൊടുത്ത് കർണാടകയിൽ മെഡിസിൻ അഡ്മിഷൻ വാങ്ങിച്ചു കൊടുത്തു. 6 മാസം പഠിച്ചു കഴിഞ്ഞപ്പോൾ മദ്യത്തിനടിമയായി, മയക്കുമരുന്നിനടിമയായി. അവനെ അവിടെ പഠിപ്പിക്കാതെ വന്നു. ഒന്നേ ഉള്ളതെന്ന് കണ്ട് ചികിത്സിക്കേണ്ടതിന് ഞാൻ എൻ്റെ ജോലി ഉപേക്ഷിച്ച് എല്ലാം ഉപേക്ഷിച്ച് നാട്ടിൽ വന്നു. ഇവനെ ചികിത്സിക്കാത്ത ചികിത്സാ കേന്ദ്രങ്ങൾ കേരളത്തിലില്ല. കഴിഞ്ഞ 2 വർഷമായിട്ട് എൻ്റെ പ്രാർത്ഥന, തെക്ക് വടക്ക് ഒരു ഭ്രാന്തനെ പോലെ മദ്യത്തിനടിമയായി, മയക്കുമരുന്നിനടിമയായി തെക്കും വടക്ക് നടക്കുന്നത് കാണാൻ ദൈവമേ ഇവനെ വിളിച്ചോണെന്ന് ചങ്ക് പൊട്ടി പ്രാർത്ഥിക്കുകയായിരുന്നു പറഞ്ഞു. ഞാനിത് എൻ്റെ സഭയിലെ ഒരാളെ കുറിച്ചാണ് പറഞ്ഞത്, മാർത്തമ്മക്കാരനെ കുറിച്ച്. ഞാൻ സന്തോഷത്തോടെ പറഞ്ഞല്ല. പല കുടുംബങ്ങളിലും ഇതാണ് സ്ഥിതി. സാത്താൻ കയറി മേയുന്ന അനുഭവത്തിലേക്ക് വന്നു. ഇവിടെ ഈ ഭവനത്തിലേക്ക് സാത്താൻ കയറി ഇളയ മകനിൽ കൊണ്ട് സാത്താൻ വിഷത്തിൻ്റെ വിത്ത് വിതച്ചു. എന്താ വിതച്ച വിത്ത്? സെൽഫ് വില്ലെന്ന് പറയും, തന്നിഷ്ടം. എവിടെയും അപകടം ആരംഭിക്കുന്നത്, തകർച്ച ആരംഭിക്കുന്നത് തന്നിഷ്ടത്തിലാണ്. തന്നിഷ്ടക്കാരായ 4 പേരുണ്ടെങ്കിൽ ഒരു പള്ളി തകരും, കുടുംബം തകരും. തന്നിഷ്ടത്തിൻ്റെ വിത്ത് വിതച്ചാൽ പിന്നെ ഉടനെ സെൽഫിഷ്നെസ്, തൻകാര്യം. 2ാമത്തെ സ്റ്റെപ്പ് അതാണ്. പിന്നെ ഞാൻ അപ്പനോട് പറയണം, എൻ്റെ ഇതിങ്ങി തന്നേര്. അധപ്പതനത്തിലേക്കുള്ള ഡൗൺവേർഡ് സ്റ്റെപ്സ് 2ാമത്തെ അതാണ് സെൽഫിഷ്. ഞാനെന്നും എൻ്റേതെന്നും ഒരു കുടുംബത്തിൽ പറയാൻ പാടില്ല. നമ്മുടേതെന്ന് പറയേണ്ടത് ഞാനെന്ന് ഒരു കുടുംബത്തിലും പറ്റത്തില്ല, പള്ളിയിലും പറ്റത്തില്ല. ഞാൻ കുറേ നാൾ മുമ്പ് ഒരു പള്ളിയിൽ പ്രസംഗിക്കാൻ പോയപ്പോൾ ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്താണ് ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയപ്പോൾ അവിടെ പാട്ട് ഒരു കിലോമീറ്റർ ദൂരെയാണ് പള്ളിയിൽ നിന്ന് ബസ് സ്റ്റാൻഡ്. എന്നാലും അവിടെയൊക്കെ മൈക്കുണ്ട്, സ്പീക്കർ ഉണ്ട്, അടുത്ത് നിൽക്കാൻ ശിവുണ്ട്, എല്ലാവരും വരും എന്നുള്ള പാട്ടിട്ടേക്കാണ്. എൻ്റെ ഇടയ്ക്കിടയ്ക്ക് അനൗൺസ് ചെയ്യുന്ന MC ശാമുവേലച്ചൻ പ്രസംഗിക്കുന്നു, വരുവീൻ കേൾക്കുകയും മാനസാന്തരപ്പെടുവീൻ. ഞാൻ ഓട്ടോയൊക്കെ പിടിച്ച് പള്ളിയിൽ ചെന്നു. സന്ധ്യ ആയപ്പോൾ ഇടവക മിഷൻകാരാണ് പാട്ട്, ഡ്രമ്മൊക്കെ അടിച്ച്. മിക്കവാറും എല്ലാ പാട്ടും ഒരു ട്യൂണാണല്ലോ അവർക്ക്. എന്നാലും എല്ലാം അടിച്ച് മിന്നുന്ന ഭയങ്കര പാട്ടും വലിയ ഇടയ്ക്ക് നല്ല അടിപൊളി പാട്ട്. എന്നോട് പുറകിൽ വന്ന് വികാരിയച്ഛൻ പറയാം, അച്ഛാ, പാട്ടൊക്കെ ഉള്ളൂ, ഇവരിങ്ങനെ ആയിരിക്കുന്നതെന്ന്. ഇങ്ങനെ കൈ കാണിക്കാനല്ലേ പറ്റത്തുള്ളൂ. ഞാൻ എന്താച്ചാ കാര്യം? ഒന്നേ പറഞ്ഞു, 2004 ഇടവക ദിനത്തിന് ഇടവക സെക്രട്ടറി റിപ്പോർട്ട് അവതരിപ്പിച്ചു. മുഖവുരയാണ് 2003 തിരികെ വരാതെ കടന്നുപോയി. അപ്പോൾ 2002 സെക്രട്ടറി എഴുന്നേറ്റ്, 2002 വരുമോടൂ? ഒരു ചോദ്യം, വല്ല കാര്യമുണ്ടോ? ഒറ്റയ്ക്ക് അപ്പോഴത്തേക്ക് 2 ഗ്രൂപ്പ് പടിഞ്ഞാറ് കിഴക്കായിട്ട് അങ്ങ് തിരിഞ്ഞു. വരുകയും കേൾക്കുകയും മാനസാന്തരപ്പെടുകയും. എത്ര ഇടത്താണ് ഇങ്ങനെ തകർച്ചകൾ? ഞാൻ പിടിക്കുന്നിടം ജയിക്കണം, ആ തൻകാര്യമാണ്. പണ്ടൊക്കെ നമ്മുടെയൊക്കെ വീടുകളിൽ, നിങ്ങളുടെയൊക്കെ വീട്ടിൽ എനിക്കറിയത്തില്ല, മിക്ക മധ്യതാങ്കുള്ള വീടുകളിലൊക്കെ ഒരു 10 പിള്ളേരേലും ഉണ്ടായിരുന്നു, 10 മക്കൾ, അല്ലേ? ഇല്ലെങ്കിൽ ഒരു ഗമയില്ലായിരുന്നു. 10-12 ഒക്കെ ഉള്ള ഒരു ഗമയാണ്. അങ്ങനെയൊക്കെ ഉള്ളവരെല്ലാം അനുഗ്രഹിക്കപ്പെട്ടു, ദൈവത്തിന് സ്തോത്രം. പക്ഷെ അന്ന് 10-12 പേരുണ്ടെങ്കിലും ഒരു ശല്യവും ഇല്ല, അല്ലേ? ഒരു ശല്യമില്ല. കുളിക്കാൻ എല്ലാവർക്കും കൂടെ ഒരു തോർത്ത, ഒരു സോപ്പ്, എന്തോ ഒരു സന്തോഷത്തോടെ ഷെയർ ചെയ്തു. ഇപ്പോഴാണല്ലോ മമ്മിമാർ മുറിയിലോട്ട് കയറിയ, മോൾ ബൈ ആർ എൻ്ററിങ് മൈ റൂം മമ്മി എന്നും ചോദിക്കും. അതായത് എൻ്റെ മുറി ഞാൻ കൊണ്ടുവന്ന മുറിയാന്നുള്ള മട്ടിലാണ്. അതാണ് നമ്മൾ ഇപ്പോഴത്തെ പ്രശ്നം. ഇവിടെ കൊണ്ടുപോയി എൻ്റെ ഇതിങ്ങ് തന്നേര്. ഈ യഹൂദ നിയമം അനുസരിച്ച് അപ്പൻ്റെ സ്വത്ത് ചോദിക്കുന്ന മരണത്തിന് ശേഷമേ മക്കൾക്ക് അവകാശമുള്ളൂ. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ അർത്ഥം എന്താ? ഇങ്ങനെയൊക്കെ നടന്നാൽ മതിയോ, ജാഗ ഉണ്ടായോ? ഇങ്ങനെയൊക്കെ നടന്നാൽ മതിയോ, ജാഗ ഉണ്ടായോ എന്നാ ചോദ്യത്തിൻ്റെ അർത്ഥം. അതുകൊണ്ട് സിൻ ഈസ് നോട്ട് ബ്രേക്കിംഗ് ദ ലോ ബട്ട് ബ്രേക്കിംഗ് ദ ഹാർട്ട്. പാപം എന്ന് പറയുന്നത് നിയമലംഘനമല്ല, ഹൃദയം പിളർക്കുന്നതാണ്. ഇദ്ദേഹം അതെല്ലാം വീതിച്ചു കൊടുത്തു, കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. പണം കൊടുത്തു. ഇവൻ മൂന്നാമത് അവൻ നിങ്ങൾ ഇനി വായിക്കണമെന്നില്ല, നിങ്ങൾക്ക് അറിയാവുന്ന വേദഭാവമുള്ള നോക്കിയിരുന്നാൽ മതി. അവൻ ദൂരദേശത്തേക്ക് യാത്രയായി, സെപ്പറേഷൻ. 3ാമത്തെ സ്റ്റെപ്പ് അതാണ്. അവൻ എന്തിനാണ് ഇതൊക്കെ ചോദിച്ചത്? ദൂരേക്ക് പോകാനാണ്. ഈ ലോകത്ത് 2 യാത്രക്കാരേ ഉള്ളൂ,
ഒന്നുകിൽ ഓരോ ദിവസം കഴിയും തോറും ദൈവത്തിൽ നിന്ന് ദൂരെ ദൂരേക്ക് പോകുന്നവർ, അല്ലെങ്കിൽ മടക്കയാത്രക്കാർ. ഇന്നലേക്കാൾ ഇന്നു ഞാനൻ പ്രിയൻ നാടിനോടേറ്റമടുത്തായത് എനിക്കത്ര ആനന്ദം. എൻ്റെ പ്രിയനെ ഒന്നു കാണുവാൻ, എൻ്റെ പ്രിയനെ ഒന്നു കാണുവാൻ, വാഴും ഞാൻ എൻ്റെ രക്ഷിതാവിൻ കൂടെ എപ്പോഴും, തൻ കൃപയിൽ ആശ്രയിക്കും. അതുകൊണ്ട് ഏത് യാത്രക്കാരാണ് നമ്മൾ? ഓരോ ദിവസം കഴിയും തോറും ദൂരെ ദൂരേക്ക് ദൈവത്തിൽ നിന്ന് അകന്നകന്ന് പോകുന്നവരാണോ? ഇവനങ്ങനെ ദൂരദേശത്തേക്ക് യാത്രയായി. അടുത്തായിട്ട് വായിച്ചേ 13. അവിടെ ദുർനടപ്പുകാരനായി ജീവിച്ചു. സെൻഷ്വാലിറ്റി. അധപതനത്തിലേക്കുള്ള അടുത്ത സ്റ്റെപ്പാണ് സെൻഷ്വാലിറ്റി, ഭോഗേച്ഛ. എന്തിനാണ് അവൻ ദൂരദേശത്ത് പോയത്? ദുർനടപ്പുകാരനായി ജീവിക്കാൻ. ദുർനടപ്പിന് അതിൻ്റെതായ രസമാണ്. അല്ല പിന്നെ ആരും ദുർനടപ്പുകാരാവോ? ദൈവവുമായുള്ള ബന്ധം നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ, ഭവനത്തിൽ ലഭിച്ചുകൊണ്ടിരുന്ന സന്തോഷം നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ, ആ സന്തോഷം അന്വേഷിച്ച് അവൻ എത്തിയത് ദുർനടപ്പിലാണ്. മദ്യപാനം, മയക്കുമരുന്ന്, ദുഷിച്ച കൂട്ടുകെട്ട്, അങ്ങനെയൊക്കെയുള്ള ദുർനടപ്പുകാരനായി ജീവിച്ചു. ദുർനടപ്പിന് അതിൻ്റെതായ ചില രസമുണ്ട്, അട്രാക്ഷൻസ് ഉണ്ട്. അത് പക്ഷെ അപകടത്തിലേക്കുള്ള പോക്കാണ്. ഒരു കഥ പണ്ട് ഞാൻ വായിച്ചു. മാർത്തമ്മ യുവജനസഖ്യക്കാരൻ സ്വർഗത്തിൽ പോയി. യുവജനസഖ്യക്കാരൻ ആക്റ്റീവ് മെമ്പറായിരുന്നു. സ്വർഗത്തിൽ പോയി. സ്വർഗത്തിൽ ചെന്നപ്പോൾ ഒരു രസവും ഇല്ല. അവിടുത്തെ പാട്ടൊക്കെ എന്താ പാട്ടാ? എപ്പോഴും മുഖം മൂടിക്കണം, അല്ലേലിയ അല്ലേലിയ അല്ലേലിയ. എന്താ പാട്ടാ? പരിചിതൻ പരിചിതൻ പരിചിതൻ. അവിടുത്തെ പാട്ടൊക്കെ ഒന്നും രസമില്ല. അവനിങ്ങനെ എത്തിക്കുത്തി അപ്പുറത്ത് നോക്കിയപ്പോൾ അപ്പുറത്ത് നല്ല ഡുഡും 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 അടിപൊളി പാട്ട്. മറ്റേ അടുത്ത് ഇത്തിരി പാട്ടുകാരൊക്കെ അവിടെ ചെന്നിട്ടുണ്ടല്ലോ, അതുകൊണ്ട് അവിടെ ഭയങ്കര ബഹളവും പാട്ടും ഒക്കെയാണ്. അപ്പോൾ ഇവൻ അവിടോട്ട് പോകണം. ഇവൻ ദൈവത്തോട് പറഞ്ഞു, എനിക്കൊരു വിസിറ്റിംഗ് വിസ തരണം, അപ്പുറത്ത് വരെ പോയേച്ചു വരാം. ദൈവം പറഞ്ഞു, അങ്ങനെ തരത്തില്ല, ഇവിടെ വന്നാൽ പിന്നെ തരണം, തന്നേ പറ്റത്തുള്ളെന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു, ദൈവം പറഞ്ഞു, തരത്തിലിട കുഞ്ഞെ പറ്റത്തില്ല. അവൻ പറഞ്ഞു, തന്നില്ലേ ഞാൻ സത്യഗ്രഹം കിടക്കുമെന്ന്. കാരണം ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു ആയുധമാണ് ഈ സത്യഗ്രഹം. ഇവൻ ബൈക്ക് കിട്ടാൻ വേണ്ടി സത്യഗ്രഹം കിടന്നാണ് സ്വർഗത്തിൽ വേഗം ചെല്ലേണ്ടി വന്നത്. അത് വേറൊരു കാര്യം. അപ്പം മോശമല്ലേ സ്വർഗത്തിൽ സത്യഗ്രഹം. അതുകൊണ്ട് ദൈവം ഇവനെ ഒരു 15 ദിവസത്തെ വിസിറ്റിംഗ് വിസ അടിച്ചു കൊടുത്തു അങ്ങ് പോവാൻ. അപ്പോൾ കൊള്ളാൻ പറഞ്ഞു. ഇവൻ എക്സിറ്റ് അടി അടിച്ച് നരകത്തിൽ ചെന്നപ്പോൾ എന്തോ ഒരു സന്തോഷമാണ്. ഇവനെ എല്ലാവരും കൂടെ സ്വീകരിച്ചു. ഘോഷയാത്രയാണ്. ഓ, എന്തോ ഒരു സന്തോഷം. അടിപൊളി പാട്ടും കൂത്തും ബഹളം. 15 ദിവസം പോയതറിഞ്ഞില്ല. ഇവനാകുന്ന ശ്രമിച്ചത് എക്സ്റ്റൻഷന് വേണ്ടി, വിസ എക്സ്റ്റൻഷൻ. അങ്ങനെ കിട്ടത്തില്ല. പിന്നെ എക്സിറ്റ് അടിച്ച് ഇവിടെ വന്നേലേ പാകത്തുള്ളൂ. ഇവൻ സ്വർഗത്തിൽ വന്നിട്ട് ദൈവത്തോട് പറഞ്ഞു, എനിക്ക് പെർമനന്റ് വിസ തന്നേക്കാം. എന്തോ രസമായിരുന്നു അവിടെ. ഇവിടെ ചുമ്മാ ഒരു രസം, ഒരു ചുമ്മാതെ എനിക്കത് മതിയെന്ന് പറഞ്ഞു. ദൈവം ഇവിടെ കുഞ്ഞ് ഒന്നുകൂടെ ആലോചിക്കണം, ഒന്നും ആലോചിക്കണം, അത് മതി, അത് മതി. അങ്ങനെ ദൈവം മനസ്സോടെ വിസ അടിച്ചു. ഇവൻ അവിടെ ചെന്നപ്പോൾ പാട്ടുമില്ല, കൂത്തുമില്ല, ഭയങ്കര അഗ്നി പൊയ്യുകയും ട്രെയിനിൻ്റെ അത്രയുള്ള പുഴുവും വലിയ കൊടുങ്കാറ്റും തീക്കാറ്റും, ദാഹിച്ചിട്ട് വെള്ളം ഇറക്കി കിട്ടുന്നില്ല, ആരുമില്ല. എന്തൊരു കഷ്ടമായത്. അവൻ നോക്കിയപ്പോൾ ഒരു ഭൂതം കുനിഞ്ഞു പോകുന്നപ്പോൾ, എവിടെ കുഞ്ഞു വന്നേ, കഴിഞ്ഞ ആഴ്ച വിസിറ്റിംഗ് വിസ വന്നപ്പോൾ എന്തോ രസമായിരുന്നു, ഇവിടെ നല്ല അടിപൊളി കൂത്തും പാത്തും ഇതൊക്കെ. ഇപ്പം എന്ത് ചെയ്യല്ലാം എന്ന് പറഞ്ഞാൽ, ആ കുഞ്ഞെ വിസിറ്റിംഗ് വിസയായി വരുമ്പോഴേ അതൊക്കെ ഉള്ളൂ, പെർമനൻ്റ് അടിച്ചാൽ പിന്നെ ഇതാണ്, ഇവിടെ കിടന്നോളാൻ പറഞ്ഞു. ഞാൻ തമാശ രൂപത്തിൽ പറഞ്ഞാണെങ്കിലും ഇതൊക്കെ നമുക്ക് ബാധിക്കാവുന്ന ഒരു പ്രശ്നമാണ്. നമ്മളെ ആകർഷിക്കുന്ന പലതരത്തിലുള്ള മ്ലേച്ഛത്തരങ്ങൾ ഉണ്ടാകാം. അതൊക്കെ എന്നേക്കുമായിട്ടുള്ള നാശത്തിലേക്ക് നമ്മളെ നയിക്കുന്നതാണ്. ദുർനടപ്പുകാരനായി ജീവിച്ചു, സകലവും ചെലവഴിച്ചു. താഴോട്ട് വായിച്ചേ. ആ ദേശത്തിലെ പൗരന്മാരിൽ ഒരുത്തനെ ചെന്ന് ആശ്രയിച്ചു. ഒരു ജൂവിഷ് യൂത്ത്, പുറജാതിക്കാരനായ ഒരാളെ പോയി ആശ്രയിച്ചു. സ്പിരിച്വൽ ഡിസ്ട്രക്ഷൻ, ആത്മീയ അധപ്പതനം. ഇതുവരെ ദൈവത്തിൽ എൻ്റെ ആത്മീയ അർത്ഥം നിങ്ങൾക്കറിയാമല്ലോ. ദൈവത്തിൽ ആശ്രയിച്ചിരുന്ന ഈ യുവാവ് ഇപ്പോൾ ആശ്രയിക്കുന്ന ആരെയാണ്? പൗരമുഖ്യനെ. ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് പകരം മറ്റാരിലെങ്കിലും ആശ്രയിക്കുന്നവൻ ആത്മീയനല്ല. ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് പകരം ദൈവമാണെന്ന് പറഞ്ഞ് നടക്കുന്ന ആൾ ദൈവങ്ങളിൽ ആശ്രയിക്കുന്നവരും ആത്മീയനല്ല.
പ്രാർത്ഥിക്കുന്നതിന് പകരം പ്രാർത്ഥനക്കാരിലും ആശ്രയിക്കരുത്. നമ്മുടെ ആളുകൾക്ക് ദൈവത്തെക്കാട്ടി വിശ്വാസം ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളാണ്. അതുകൊണ്ടാണല്ലോ നമ്മുടെയൊക്കെ പള്ളിയിലൊക്കെ കുർബാന കഴിയുന്ന ഉടനെ ഓടുന്ന കാണാം, കാറെടുത്തുകൊണ്ട് എവിടെ പോവാ, ചെട്ടിമുക്കിന് പോവാ, നാഗമ്പടത്ത് പോവാ, ഇവിടെ എന്താ ആരാധിക്കാൻ പോവാ. പിന്നെ ഇവിടെ എന്തോ നടന്നേ, അതല്ല അച്ഛാ, ആരാധിക്കാൻ പോകുന്ന വേർക്കണം, വേർപ്പിക്കുന്നിടത്ത് പോവാണ്. ഞാൻ കുവൈറ്റിലിരുന്നപ്പോൾ ഒരു ദിവസം വെള്ളിയാഴ്ച പള്ളിമുറ്റത്ത് നിന്നപ്പം ഒരാൾ എന്നോട് പറഞ്ഞു, അച്ഛാ ഞാൻ എമർജൻസി ലീവ് നാട്ടിൽ പോവാ എമർജൻസി ലീവ്. ഞാൻ എന്താ സാറേ? അപ്പച്ചന് സുഖമില്ല, അപ്പോൾ അപ്പച്ചന് വേണ്ടി പ്രാർത്ഥിക്കാൻ തമിഴ്നാട്ടിൽ നിന്ന് ഒരാൾ വരാമെന്ന് പറഞ്ഞു. ആ തമിഴ്നാട്ടിൽ അന്നത്തെ പുള്ളി വരണമെങ്കിലുണ്ടല്ലോ ഒരു 3 ലക്ഷം രൂപ ചിലവാക്കിയേക്കത്തുള്ളൂ. നിങ്ങൾക്ക് അറിയാവുന്ന ആളെ, പേരൊന്നും പറയുന്നില്ല. തമിഴ്നാട്ടിൽ നിന്ന് ഒരാൾ വന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പോയിച്ചു ആ സാറേ, ഇങ്ങോട്ട് 3 ലക്ഷം പോട്ടെന്ന്. കാരണം 10 പൈസ പള്ളിക്ക് കൊടുക്കുന്നതല്ല, ഈ ഭക്തി കൂടിയാൽ പിന്നെ പള്ളിക്ക് പൈസ കൊടുക്കുകയല്ലോ. പോയിച്ചു ആ സാറേ എന്ന് പറഞ്ഞു. പോയിട്ട് പിറ്റേ വെള്ളിയാഴ്ച നോക്കിയപ്പോൾ പിന്നെയും പുള്ളി പള്ളിമുറ്റത്തേക്കുന്നു. ഞാൻ എന്താ പറ്റി സാറേ? അച്ഛ അദ്ദേഹം വന്ന് പ്രാർത്ഥിച്ചേച്ച് പറഞ്ഞു എൻ്റെ അപ്പച്ച മരിച്ചു പോകുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സാറേ 85 വയസ്സും ക്യാൻസറുള്ള അപ്പച്ച മരിക്കുമെന്ന് എന്നോട് ചോദിച്ചാൽ പോരെ, വെറുതെ കാശ് മുടക്കണം. മതിയായിരുന്നു അച്ഛാ, കാശും പോയി. നമ്മുടെ പല പുള്ളികളുടെയും കാശ് പോകുന്നെങ്കിൽ അവർ പറഞ്ഞാലേ മരിക്കൂ. ദൈവത്തിൽ ആശ്രയിക്കേണ്ടതിന് വരെ മറ്റാരിലെങ്കിലും ആശ്രയിക്കുന്നവൻ ആത്മീയനല്ല. സ്പിരിച്വൽ ഡിസ്ട്രക്ഷൻ. താഴോട്ട് വായിച്ച്. സെൽഫ് അബേസ്മെന്റ്, സ്വയം തരം താഴ്ത്തൽ. എങ്ങനെയും ജീവിക്കാൻ ഒരു യഹൂദ യുവാവിന്, വിശ്വാസിക്ക് അനുവാദമില്ല. പന്നിയെന്ന് നാവ് കൊണ്ട് ഉച്ചരിക്കുവാൻ പാടില്ലാത്ത ആളാണ് യഹൂദ. ഇപ്പൊ എവിടെ എത്തിയിരിക്കുന്നു? പന്നിക്കൂട്ടത്തിലെത്തിയിരിക്കുന്നു. അത് ആരുടെ? പുറജാതിക്കാരനായ ഒരു പന്നിയെ മേയിക്കുന്ന ദയനീയ സ്ഥിതിയിൽ അവൻ എത്തിയിരിക്കുന്നു. എവിടെ ഇരുന്നവനാണ്? പിതാവിനോടുകൂടെ ആഘോഷമായി ജീവിച്ചവൻ ഇപ്പൊ എവിടെ എത്തിയിരിക്കുന്നു? പന്നിക്കൂട്ടത്തിലെത്തി. എവിടെ ആ ഒരവസ്ഥയെ നീ താണ അവസ്ഥയിലേക്ക് എത്തി. ഇതിനാ സാത്താൻ ഒരാളെ പിടിക്കുന്നത്. 2016 ഓണക്കാലത്ത് എനിക്കൊരു ഗസ്റ്റ് വന്നു എൻ്റെ വീട്ടിൽ. അദ്ദേഹം വന്നത് തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ നിന്നാണ്. സെൻട്രൽ ജയിലിൽ നിന്ന് പരോളിൽ ഇറങ്ങിയ ഒരു യുവാവ്, മർത്തോമാക്കാരൻ. അദ്ദേഹം വരാൻ ഒരു കാര്യമുണ്ട്. എന്നെ തിരിക്കോ, ഞാനൊരിക്കൽ ജയിലിൽ പോയിരുന്നു. അല്ല, ജയിൽ പുള്ളിയായിട്ടൊന്നുമല്ല, അവിടുത്തെ അവരുടെ സ്റ്റാഫിന് റിട്രീറ്റ് എടുക്കാൻ ഒരിക്കൽ പോയിരുന്നു. അപ്പം അങ്ങനെ എന്നെ എൻ്റെ ഫോൺ നമ്പർ അങ്ങനെ കിട്ടിയതാണ്. അദ്ദേഹം ഓണക്കാലത്ത് പരോളിൽ ഇറങ്ങിയപ്പോൾ എന്നെ കാണാൻ വന്നു. ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ പറയുകയാണ്, അച്ഛാ ഞങ്ങൾ 5 ആൺപിള്ളേരാണ് ഞങ്ങളുടെ വീട്ടിൽ. മറ്റു 4 പേരും കുടുംബങ്ങളും ന്യൂയോർക്കിലാണ്. ഞാൻ എവിടാണ്? ഞാൻ സെൻട്രൽ ജയിലിൽ. എന്നെ കൊണ്ടുപോകാൻ അവരാകുന്ന ശ്രമിച്ചതാണ്. പക്ഷെ ഒരു പാസ്പോർട്ട് എടുക്കാൻ പോയി എനിക്ക് 36 കേസാണ് എൻ്റെ പേര് വന്നേക്കുക. എവിടെ ഇരിക്കേണ്ടവനാണ്? ന്യൂയോർക്കിൽ. ഇപ്പം എവിടെയാണ് ഇരിക്കുന്നത്? സെൻട്രൽ ജയിലിൽ. ഇതാണ് സാത്താൻ പിടിക്കുന്നത്. ഇതിനു വേണ്ടിയാണ്. എത്രയോ കുടുംബങ്ങൾ ഇങ്ങനെ തകർന്ന് തരിപ്പണമായിരിക്കുന്നു. എത്ര വ്യക്തിജീവിതങ്ങൾ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു, തകർച്ചയിലെത്തിയിരിക്കുന്നു. പന്നിയോടുകൂടെ മേയുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ ചോദിക്കട്ടെ, ഇരിക്കേണ്ടടുത്താണോ ഇരിക്കുന്നത്? ലഭിക്കേണ്ട മാന്യത ലഭിക്കുന്നുണ്ടോ? നമ്മൾ തന്നെ കളഞ്ഞു വിളിച്ചിരിക്കുകയാണോ? നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സമൂഹത്തിൽ ലഭിക്കേണ്ട മാന്യതയോടെയാണോ നമ്മൾ ജീവിക്കുന്നത്? സെൽഫ് അബേസ്മെന്റ്. അവൻ സ്വയം തരം താഴ്ത്തി പന്നിയുടെ കൂടെ മേയുന്ന. താഴോട്ട്. സ്റ്റാർവേഷൻ. പന്ന് തിന്നുന്ന പിണ്ണാക്കെങ്കിലും കഴിച്ചാൽ മതി എന്ന് ആഗ്രഹിക്കത്തക്കൊണ്ട് അവന് വിശന്നു. സ്റ്റാർവേഷൻ. ആഘോഷമായി പിതാവിനോട് ജീവിച്ചിരുന്നവൻ ഇപ്പൊ എവിടെ എത്തിയിരിക്കുന്നു? പിണ്ണാക്ക് പോലും തിന്നാനില്ലാത്ത അവസ്ഥയിലേക്ക്. ഇതിനാണ് സാത്താൻ ഒരാളെ പിടികൂടുന്നത്. നന്നാക്കാനല്ല, ഡൗൺവേർഡ് സ്റ്റെപ്സ് ഓഫ് ദ പ്രോഡിഗൽ. 7 സ്റ്റെപ്പ് വെച്ചപ്പോൾ അവൻ തകർച്ചയുടെ നെല്ലിപ്പലകയിലെത്തി. അടുത്ത വാക്യം എന്താണ്? അപ്പോൾ സുബോധം വന്നു. എപ്പോഴാ സുബോധം വന്നത്? തകർന്ന് തരിപ്പണമായപ്പോൾ സുബോധം വന്നു. ഈ സുബോധം വരുത്തുന്ന പ്രക്രിയയാണ് സഭയെ ഏൽപ്പിച്ചിരിക്കുന്നത്. സുബോധം വരുത്തുന്നത് ആരാണ്? പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവെന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നിങ്ങൾക്ക് സുബോധം വരുത്തും. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത് സഭയിലാണ്.
അപ്പോൾ സഭയെന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളുമാണ്. നമ്മളാണ് മറ്റുള്ളവരെ സുബോധം വരുത്തേണ്ടത്. വരുത്തണമെങ്കിൽ നമുക്ക് സുബോധം വേണം. കേരളത്തിലെ സഭകൾക്ക് സുബോധമുണ്ടോ? കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക് സുബോധമുണ്ടോ? കേരളത്തിൽ ഏറ്റവും മദ്യം വിൽക്കുന്നത് ക്രിസ്ത്യാനികൾ തിങ്ങിപ്പാർക്കുന്നിടത്താണ്. എറണാകുളവും കോട്ടയവുമായിട്ടൊക്കെ അതിനുവേണ്ടി വാശിയോടെ മത്സരമാണ് എല്ലാ വർഷവും ഓണത്തിനൊക്കെ. ഈ വർഷം എറണാകുളത്താണെന്ന് പറയുമ്പോൾ കൂടുതൽ വിറ്റത് എറണാകുളത്താണെന്ന് പറയുമ്പോൾ എറണാകുളത്തുകാർക്ക് സന്തോഷം. ക്രിസ്ത്യാനികൾ തിങ്ങിപ്പാർക്കുന്നതാണ്, സുബോധമില്ലാത്ത അവസ്ഥയിൽ ജീവിക്കും. ഞാൻ എൻ്റെ പിതാവിനെ കുറിച്ച് പറഞ്ഞിരുന്നല്ലോ ആദ്യത്തെ ദിവസം. അന്ന് ആളുകൾ കുറവായിരുന്നതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ പറയാൻ ക്ഷമിക്കണം. ഇങ്ങനെ സുബോധമില്ലാതെ തകർച്ചയുടെ നെല്ലിപ്പലകയിൽ എത്തിയ ഒരു പിതാവിൻ്റെ മകനാണ് ഞാൻ. അദ്ദേഹം ജന്മനാ ക്രിസ്ത്യാനിയല്ല, ഹൈന്ദവനാണ്, നായർ സമുദായത്തിൽപ്പെട്ട ആളാണ്. മദ്യപാനിയായി നടക്കുന്ന ആ കാലത്ത് എൻ്റെ അമ്മച്ചി നാമം ജപിക്കുന്ന നരകത്തിൽ നിന്ന് എന്നെ കരകയറ്റണേ തിരുവയ്ക്കമ്പാഴി ശിവശംഭോ എന്നാണ്. എല്ലാ ജീവിതത്തിലുണ്ടായിട്ടും ഒന്നും ഭക്ഷണം ഉണ്ടെങ്കിലും ഭക്ഷണം കഴിക്കാനൊക്കാത്ത അവസ്ഥ, കഴിപ്പിക്കാത്ത അവസ്ഥ. അതല്ലേ സുബോധമില്ലായ്മ? എല്ലാം ഉണ്ടെങ്കിലും ഒന്നുമില്ലാത്ത ദാരിദ്ര്യം, സമൃദ്ധിയുടെ മധ്യത്തിൽ ദാരിദ്ര്യത്തിൽ ജീവിക്കേണ്ട അവസ്ഥയാണ് പാപിയുടെ അവസ്ഥ. അതിൽ നിന്നൊരു മോചനത്തിന് വേണ്ടി അദ്ദേഹം എല്ലാ തീർത്ഥാടന കേന്ദ്രങ്ങളിലും പോയതാണ്. ശബരിമലയിൽ 14 വർഷം പോയതാണ്. പക്ഷെ അന്നൊന്നും പാപിയെ സ്നേഹിക്കുന്ന ദൈവത്തെ കണ്ടുമുട്ടാൻ സാധിച്ചില്ല. എന്നാൽ അദ്ദേഹം ഒലിവുമല കൺവെൻഷനിൽ, ഉദിമുട് ഒലിവുമല കൺവെൻഷനിൽ കൂട്ടുകാരോടൊത്ത് മദ്യപിച്ചിട്ട് പോയതാണ്. അന്ന് പ്രസംഗിച്ച ദൈവദാസൻ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ സുവിശേഷം പങ്കുവെച്ചു. മദ്യപിച്ച് ബോധമില്ലാതെ നിൽക്കുന്ന 2 കടാരി എളിയിൽ തിരികെ നിൽക്കുന്ന കൃഷ്ണപിള്ളയുടെ നെഞ്ചിന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, സഹോദരാ, യേശു നിന്നെയും സ്നേഹിക്കുന്നു. നിന്റെ തകർന്ന ജീവിതത്തിലേക്ക് യേശു കടന്നു വന്നാൽ നിന്റെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടും. നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. അതാണ് സുവിശേഷം. മദ്യപിച്ചിട്ട് നിൽക്കുകയായിട്ടും സന്ധിമഞ്ചകളെ തുളച്ചു കയറുന്ന ആ സുവിശേഷം എൻ്റെ പിതാവിനെ കീഴ്പ്പെടുത്തി. സുവിശേഷം കരിമ്പാറ തകർക്കുന്ന കെൽപ്പുള്ള ചുറ്റികയാണ്. എൻ്റെ പിതാവിൻ്റെ ഹൃദയത്തെ തകർത്തു. എന്നെ സ്നേഹിക്കുന്ന ദൈവമുണ്ടെങ്കിൽ എൻ്റെ ശിഷ്ടായുസ ദൈവത്തിന് വേണ്ടി എന്ന് പറഞ്ഞ് അന്ധകാരത്തിലെ കടാരി 2 വലിച്ചെറിഞ്ഞ് ദൈവകരങ്ങളിലേക്ക് എടുത്തുചാട്ടം വെച്ചു കൊടുത്തു എൻ്റെ പിതാവ്. അന്നു മുതൽ ഞങ്ങളുടെ ജീവിതം സ്വർഗീയ ആനന്ദം അനുഭവിക്കുന്ന ഭവനമായി മാറി. സുവിശേഷകരായിരിക്കുക, സുവിശേഷം മറ്റുള്ളവരെ അറിയിക്കുന്ന, ഞങ്ങൾ അനുഭവിക്കുന്ന സന്ദേശം മറ്റുള്ളവരോട് അറിയിക്കുന്ന അതിനുവേണ്ടി ദൈവം ഞങ്ങളെടുത്തു. എനിക്ക് ഇവിടെയൊക്കെ വന്ന് പ്രസംഗിക്കാൻ എന്താ എൻ്റെ അവകാശം? എനിക്ക് എന്ത് യോഗ്യതയാണുള്ളത്? മറ്റൊരു സമുദായത്തിൽ പിറക്കേണ്ടവനായ ഞാൻ ഈ ഹോശാന ഞായറാഴ്ച ലണ്ടൻ സെന്റ് ജോൺസ് പള്ളിയിൽ വന്ന് സുവിശേഷം പ്രസംഗിക്കാൻ എനിക്ക് എന്താണ് അവകാശം? പാപിയായിരുന്ന എൻ്റെ പിതാവിനെ സ്നേഹവാനായ ദൈവം പിടിച്ചു എന്നുള്ളതാണ്. നശിച്ചു പോകാമായിരുന്ന ജീവിതത്തിൽ നിന്ന് രക്ഷയിലേക്ക് കൊണ്ടുവന്നവനായ ദൈവം. ഈ ഒരു പദവി ഞങ്ങൾക്ക് ജീവിക്കാൻ നോക്കുമെങ്കിൽ എന്തിനാ മാറി നിൽക്കുന്നത്? സുബോധം വരണം, സുബോധം വരണം. അപ്പോൾ അവന് സുബോധം വന്നു. എന്താ പറഞ്ഞ അടുത്ത വാക്യം? റിയലൈസേഷൻ. അവന് സുബോധം വന്നപ്പോൾ അവന് തിരിച്ചറിവുണ്ടായി. സുബോധം വന്നപ്പോൾ അവൻ തിരിച്ച് സ്റ്റെപ്പ് വെക്കുകയാണ്. ഇതുവരെ അധപ്പതനത്തിലേക്ക് സ്റ്റെപ്പ് വെച്ചവൻ തിരിച്ച് സ്റ്റെപ്പ് വെക്കുകയാണ്. ഒന്നാമത്തെ സ്റ്റെപ്പാണ് റിയലൈസേഷൻ, തിരിച്ചറിവ്. തിരിച്ചറിവെന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ ഇവിടെ ഇരിക്കേണ്ടവനല്ല, ഞാനിങ്ങനെ നശിച്ചു പോകേണ്ടവനല്ല, ഞാൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ എത്തേണ്ടവനാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഹോശാന ഞായറാഴ്ച ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് ശാന്തമായി ചോദിക്കുന്നു, നീ ഇങ്ങനെ ജീവിക്കേണ്ടവനാണോ? രഹസ്യപാപങ്ങളുണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കണം. ഒരു തിരിച്ചറിവുണ്ടാണ്, ഞാനിങ്ങനെ ഇരിക്കേണ്ടവനല്ല, ഞാൻ അവിടെ എത്തേണ്ടവനാണ്. ഞാനിങ്ങനെ നശിക്കേണ്ടവനല്ല, ഞാൻ അവിടെ എത്ത ഒരു റിയലൈസേഷൻ, തിരിച്ചറിവുണ്ടാകണം. താഴോട്ട്. ഞാൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ പോകും. റെസല്യൂഷൻ, ഒരു തീരുമാനം എടുക്കണം. നമ്മൾ തീരുമാനിച്ചു, വെൽ ബിഗൺ ഈസ് ഹാഫ് ഡൺ. ഈ സുബോധം വരുമ്പോൾ ഒരു തീരുമാനം, ഞാൻ എഴുന്നേറ്റ് പോകും. എവിടെ നിന്നാണ് പോകേണ്ടത്? പന്നിക്കൂട്ടത്തിൽ നിന്ന്. അതിനൊരു മണവും ഗുണവും ഒക്കെ ഉണ്ട്, അതൊക്കെ ഉപേക്ഷിച്ച്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മാനസാന്തരം നഷ്ടമാണ്. മാനസാന്തരം നഷ്ടമാണ്. മാനസാന്തരപ്പെടുമ്പോൾ വേദന എടുക്കും. എൻ്റെ പിതാവിനെയും മാതാവിനെയും എൻ്റെ മൂത്ത സഹോദരനും കൂടെ അടിച്ച് പുറത്താക്കുമ്പോൾ നീ നിന്റെ മക്കളുടെ വഴിയെ തെണ്ടുമെന്ന് പറഞ്ഞ് ശപിച്ചിറക്കി വിട്ടതാണ്. ഞങ്ങൾക്ക് പൈതൃകമായി കിട്ടേണ്ടത് ഏക്കർ കണക്കിന് വസ്തുവാണ് നഷ്ടപ്പെട്ടത്. എങ്കിലും എൻ്റെ പിതാവ് ശക്തമായ തീരുമാനമെടുത്തു, ഞാൻ പോകും.
ഞാൻ പോകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഹോശാന ഞായറാഴ്ച ഒരു തീരുമാനത്തിൻ്റെ സമയമാകണം. ഞാൻ എഴുന്നേൽക്കും. ഞാനിങ്ങനെ രഹസ്യ പാപങ്ങൾ വെച്ചുകൊണ്ടിരിക്കത്തില്ല, പരസ്യപാപങ്ങൾ വെച്ചുകൊണ്ടിരിക്കത്തില്ല. ഞാനൊരു പുതിയ ജീവിതം നയിക്കും. ഞാൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് പോകും. അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ സാധിക്കുമോ? ദൈവത്തോടുകൂടെ യാത്ര തുടരണമെങ്കിൽ, ഒരു തിരിച്ച് യാത്ര ചെയ്യണമെങ്കിൽ നമ്മൾ തീരുമാനിച്ചേ പറ്റുകയുള്ളൂ. ഞാൻ എഴുന്നേറ്റ് പോകും. റെസല്യൂഷൻ. ഞാൻ ഇന്നലെ പ്രസംഗിച്ചോ പറഞ്ഞല്ലോ, നമ്മുടെ ഈ തീരുമാനത്തിൽ നമ്മളെ പിന്നോട്ട് പിടിക്കുന്ന 3 Ws ഉണ്ട്. WWW. ഒന്ന് വെൽത്ത്. പണത്തോടുള്ള അമിത സ്നേഹമാണ് നമ്മളെ പലപ്പോഴും ദൈവത്തിൽ നിന്ന് അകറ്റുന്നത്. എങ്ങനെയും പണമുണ്ടാക്കാൻ ഒരു വിശ്വാസിക്ക് അവകാശമില്ല. രണ്ടാമത്തെ W വൈൻ, അല്ലെങ്കിൽ മദ്യം. ഇവിടെ നിന്നുള്ളവരെ എനിക്ക് പരിചയമില്ല, പക്ഷെ നമ്മുടെ ക്രിസ്തീയ കുടുംബങ്ങളെ ഏറ്റവും തകർക്കുന്ന ഒരു പിശാചാണ് മദ്യം. രഹസ്യമായാലും ശരി, പരസ്യമായാലും ശരി, ഒരു വിശ്വാസിക്ക് മദ്യത്തെ തൊടാൻ അവകാശമില്ല. മദ്യപാനി സ്വർഗരാജ്യം അവകാശമാക്കിയില്ല. W വൈൻ. മൂന്നാമത്തെ W ആണ് വിമൻ, അല്ലെങ്കിൽ സെക്സ്, ജഡമോഹം. എത്ര കുടുംബങ്ങളാണ് തകരുന്നത്, എത്ര ജീവിതമാണ് തകരുന്നത്. മടക്കയാത്ര. ഒരു തീരുമാനം എടുക്കുക. ഞാൻ ഇന്നു മുതൽ ദൈവസനിലേക്ക് മടങ്ങും. റെസല്യൂഷൻ. താഴോട്ട്. മൂന്നാമത്തെ സ്റ്റെപ്പാണ് റിപ്പൻഡൻസ്. ദൈവത്തിലേക്ക് മടങ്ങാനായിട്ടുള്ള നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്പ് അനുതാപമാണ്, റിപ്പൻഡൻസ്. അനുതാപം കൂടാതെ ആരും ദൈവത്തെ കാണുകയില്ല. അനുതാപം എന്ന് പറയുന്ന ഒരു പാപബോധം. ഭർത്തന്മാർക്കാർക്ക് ഇല്ലാത്ത ഒന്നാണ് പാപബോധം. നമുക്ക് എവിടുന്നും ഒരു തെറ്റായ ധാരണ, നമ്മളൊക്കെ ഓക്കെയാണ്, ഐ ആം ഓക്കെ, ഇതൊന്നും എന്നോടല്ല എന്നുള്ള മട്ടിലാണ്. ഞാൻ ഈ പല സ്ഥലങ്ങളിൽ പ്രസംഗിക്കാൻ പോകുന്ന ആളാണ്. എന്നെ ചിലർക്ക് ഭയങ്കര ഇഷ്ടമാണ്. 2026 ഇപ്പോഴേ അങ്ങ് വിളിച്ചിടും. പോകാതിരിക്കാൻ പറ്റുമോ? 3 ദിവസത്തെ കൺവെൻഷനാണ് പണ്ടൊക്കെ. അപ്പോൾ ഞാൻ സ്ഥിരം പോകുന്നൊരു പള്ളിയില്ല. ഒരു വർഷം എന്നെ വിളിച്ചപ്പോൾ ഒരു അപ്പച്ചൻ പറഞ്ഞു, ഈ വർഷം MC ശാമുവേലച്ചൻ വരുമ്പം ഞങ്ങളുടെ വീട്ടിൽ താമസിപ്പിക്കാം. അപ്പച്ചൻ കയറി അങ്ങ് ഏറ്റു. താമസിപ്പിക്കാൻ ചെയ്താൽ ഭക്ഷണവും കൊടുത്തോളാം. വികാരിയത്തിന് വലിയ സന്തോഷം. കാരണം ഇതൊരു വലിയ ബുദ്ധിമുട്ടുള്ള ജോലിയാണ്. പ്രസംഗിക്കാൻ വരുന്നവർക്ക് ഭക്ഷണം ഒരുക്കുക, വലിയ. അതുകൊണ്ടാണ് നാട്ടിലൊക്കെ പലരും പള്ളിയുടെ അടുത്തങ്ങ് വീട് വെക്കത്തില്ല. പിന്നെ ഇങ്ങനത്തെ ശല്യമൊക്കെ വരും. വലിയൊരു ബുദ്ധിമുട്ടുള്ള. പിന്നെ ഇവിടെ അങ്ങനെ കുഴപ്പമുണ്ടോയെന്ന് തോന്നുന്നില്ല. കാണും, ഭർത്തമാക്കാരല്ലേ. അപ്പോൾ ഒരു അപ്പച്ചൻ അങ്ങ് ഏറ്റപ്പോൾ അച്ഛന് ഭയങ്കര സന്തോഷം. അപ്പച്ചൻ്റെ വീട്ടിൽ എന്നെ താമസിപ്പിച്ചു. നല്ല സുഭിക്ഷമായ ഭക്ഷണം, സുഖകരമായ താമസം. സന്ധ്യ ആകുമ്പോൾ അപ്പച്ചൻ തന്നെ അന്നത്തെ കൊണ്ടസ കാറാണ്, അപ്പച്ചൻ ആ കാർ ഓടിക്കുന്നത്. മുന്നേ ഇരുന്ന് ഓടിച്ച് എന്നെ കൂടെ മുന്നിലിരുത്തി, അമ്മച്ചി പുറകിലിരിക്കും. എന്നിട്ട് ഇവിടെ കൊണ്ട് 6 മണിയാകുമ്പോൾ കൊണ്ടുവിടും. ഞാൻ അച്ഛൻ്റെ അടുത്തിരിക്കും. അപ്പച്ചൻ എന്നിട്ട് 1ാമത്തെ ബെഞ്ചിൽ ഇങ്ങനെ ഇരിക്കും, കയ്യൊക്കെ കെട്ടി. അപ്പച്ചൻ്റെ ഇരിപ്പ് കണ്ടാൽ അറിയാം ഞാൻ കൊടുക്കുന്ന ചോറാണ് അച്ഛൻ ഉണ്ണുന്നത്. എൻ്റെ കൂടാണ് അച്ഛൻ തന്നേച്ചാണ്. നല്ല കൈ കെട്ടി ഗമയിലിരിക്കുകയാണ്. അഭിമാനത്തോടെ ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കിയൊക്കെ ഇരിക്കുന്നത്. 2ാമത്തെ ദിവസം പ്രസംഗം അങ്ങോട്ട് മൂത്തപ്പം, ഹേ പാപിയായ മനുഷ്യ എന്ന് പറഞ്ഞ് കൈ ചൂണ്ടിയത് അപ്പച്ചന് നേരെയായിപ്പോയി. മുന്നിലിരിക്കുന്ന അപ്പച്ചനെ അല്ലേ ഇങ്ങനെ ചൂണ്ടാൻ പറ്റുമോ? അപ്പച്ചൻ വെച്ചാൽ ഇയാളൊരു നായരല്ലേ, നായന്മാർ നന്ദിയുള്ളവരല്ലേ, അപ്പോൾ എന്നെ ആയിരിക്കുമല്ലോ, ഞങ്ങളുടെ ചോറ് തിന്നേച്ച് എന്നെ അങ്ങനെ വിളിക്കുമോ? അപ്പച്ചൻ 2ാമത്തെ അപ്പച്ചനെ നോക്കി. അപ്പച്ചൻ വിചാരിച്ചു അച്ഛൻ എന്നെ അറിയത്തോലും. പിന്നെ ഞാൻ പാപിയാന്ന് അച്ഛനോട് ആര് പറഞ്ഞു? ഇങ്ങനെ അപ്പച്ചന്മാരെല്ലാം പള്ളിയുടെ വെളിയിലോട്ട് നോക്കി. അവിടെ കാണും വല്ല പാപികൾ നിൽപ്പുണ്ടോ? ഇതാ നമ്മുടെ ഒരു വലിയ പ്രശ്നം. ഇതൊല്ല ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വേണ്ടിയാണോ? ഓ, നമ്മുടെ പ്രശ്നം ഇതൊന്നും ഞങ്ങൾക്ക് വേണ്ടി, നമ്മുടെ തലയുടെ മേളിൽ കൂടെ അങ്ങ് പോവാണ്. ഒരു പാപബോധം. അനുതപിക്കണം. അനുതാപം ഇല്ലാത്തതാണ് നമ്മുടെ വലിയ ഒരു കണ്ണുനീരില്ല. ഡ്രൈ. ഞാൻ മാർത്താമ്മ പള്ളി പോകാത്ത ഇവിടെയൊക്കെ കൂടെ ഉള്ളായിരുന്നു. എന്നോട് തിരുമേനി ചോദിക്കുക എങ്ങനെയാണ്? ഞാൻ പറഞ്ഞു ഡ്രൈ ആച്ചാന്ന് പറയും. കണ്ണുനീരില്ലാത്ത. പണ്ടൊക്കെ മാർത്താമ്മ സഭ ഒരു നനഞ്ഞ സഭയായിരുന്നു, കണ്ണുനീര് കൊണ്ട് കുതിർന്ന സഭ. കണ്ണുനീര് വീണ മണ്ണിലേ വല്ലതും കിളുത്തു വരത്തുള്ളൂ. അങ്ങനെയൊക്കെ കിളുത്തവരാ നിങ്ങൾ. അങ്ങനെ കിളുത്താ നിങ്ങളുടെ മാതാപിതാക്കളുടെ കണ്ണുനീര് വീണ് കുതിർന്ന മണ്ണിൽ കിളിർത്തു വന്ന നല്ല വിത്തുകളാണ് നിങ്ങൾ. പക്ഷെ നിങ്ങളുടെ കണ്ണുനീര് തറയിൽ വീഴാത്തതുകൊണ്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവി എങ്ങനെ ഇരിക്കും? ഒരു അനുതാപത്തിൻ്റെ അനുഭവം വേണം. പണ്ട് മാർത്താമ്മ സഭയിൽ നമ്മുടെ സമയമായി എനിക്കറിയാം, നമ്മുടെ യൂഹാനൻ തിരുമേനിയുടെ കാലത്ത്
ഒരു വലിയ പള്ളിയിലെ ഒരപ്പച്ചൻ, ഒരു വലിയ വീട്ടിലെ അപ്പച്ചൻ തിരുമേനിക്ക് കത്തെഴുതി. ഇങ്ങനായിരുന്നു അതിൻ്റെ വാചകം: തിരുമേനി, ഞങ്ങളുടെ പള്ളിയിൽ ഇപ്പം ഇരിക്കുന്ന അച്ഛൻ പോരാ, കൃപയില്ല. നമുക്കങ്ങനെയാണല്ലോ, അച്ഛന്മാർക്കൊന്നും കൃപയില്ല. നമ്മുടെയൊക്കെ മക്കൾ എന്തെങ്കിലും ബോട്സ്വാനായാലും അവിടെ ഇവിടെ നടക്കുക. കൃപയില്ല, അതുകൊണ്ട് അച്ഛൻ്റെ കയ്യിൽ നിന്ന് കുർബാന കൊള്ളാൻ എനിക്കൊരു മടി. അതുകൊണ്ട് തിരുമേനി വന്ന് എനിക്കൊന്ന് കുർബാന തരണം. എന്നിട്ട് അടിയിൽ എഴുതിയിട്ട് NB അറിയിച്ചാൽ മതി, കാർ അയക്കാം. അന്നേ കാറൊക്കെ ഉള്ള പുള്ളിയാണ്. ഡേറ്റ് അറിയിച്ചാൽ കാർ അയക്കാം. അപ്പോൾ തിരുമേനി ഉടനെ തന്നെ മറുപടി എഴുതുന്ന കൂട്ടത്തിലാണ്. തിരുമേനി പച്ച മഷി കൊണ്ട് ഇങ്ങനെ എഴുതിയെന്നാണ് പറയുന്നത്: സഹോദര, ഞാൻ ഇന്ന് വളരെയേറെ സന്തോഷിക്കുന്നൊരു ദിവസമാണ് ഇന്ന്. മാർത്തോമ്മ സഭയിൽ ഇത്രയും വിശുദ്ധനായ ഒരാളുണ്ടെന്ന് അറിയുന്നതിൽ എനിക്ക് സന്തോഷം. അടുത്ത വാചകം: സമയമുള്ളപ്പോൾ തിരുവല്ലായി വന്ന് എനിക്കൊന്ന് കുർബാന തന്നിച്ച് പോകണം എന്നെഴുതിയെന്നാണ് പറയുന്നത്. ഇപ്പം എഴുത്തിന് പകരം ഫോൺ വിളിയാണെന്നേ ഉള്ളൂ. ഇതൊക്കെ തന്നെയാണ് ഇപ്പോഴും നടക്കുന്നത്. വലിയ വ്യത്യാസമൊന്നും പോരാ, പിടിക്കുന്നില്ല. നമ്മൾ ഏതാണ്ടൊക്കെ ആണെന്ന്, ഞാനൊരു 1.5 ആളാണെന്നുള്ള കേട്ടോ. ഞാനൊരു 1.5 ആളാണ്. ഈയിടെ ഒരാൾ പറയുന്നത് കേട്ടു, എന്നോടുള്ള ബഹുമാനം കൊണ്ട് ഞാൻ തന്നെ അങ്ങ് എഴുന്നേറ്റ് നിൽക്കുമെന്ന്. എന്നാൽ വേറെ ആരും എഴുന്നേൽക്കുന്നില്ല. പിന്നെ എനിക്ക് തന്നെ ഉൾക്കൊള്ളാൻ വയ്യ എന്നെ. നമ്മുടെയൊക്കെ ഭാവമാണ്. ഞാൻ ദൈവത്തിൻ്റെ അടുത്ത് ചെന്ന് നിലവിളിക്കും, നെഞ്ചത്തടിച്ച് കരയും. എന്നെ മകനായിട്ടൊന്നും കരുതണ്ട, എന്നെ ഒരു വേലക്കാരനെ പോലെ കരുതിയാൽ താഴോട്ട്. അങ്ങനെ അവൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ പോയി. റിട്ടേൺ, മടക്കയാത്ര. മുമ്പേ നമ്മളൊരു യാത്ര കണ്ടതായിരുന്നു, സെപ്പറേഷൻ, ദൂരദേശത്തേക്കുള്ള യാത്ര. ഇപ്പോൾ മടക്കയാത്ര. എത്രയും മടങ്ങണം, എത്രയും ദൂരെ പോയോ അത്രയും മടങ്ങണം. ഓരോരുത്തരാണ് നിശ്ചയിക്കണം ഞാൻ ദൈവത്തിൽ നിന്ന് എത്ര അകന്നെന്ന്. ഒരു കാലത്തുണ്ടായിരുന്ന ആത്മീയ സന്തോഷമൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ദേവാലയ ആരാധനയിൽ നമ്മൾ അകന്നു പോയിട്ടുണ്ടെങ്കിൽ, ഇന്നൊരു തീരുമാനമുണ്ട്: ഞാൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുത്തേക്ക് പോകും. അങ്ങനെ ഞാൻ എഴുന്നേറ്റ് പോയി. റിട്ടേൺ, മടക്കയാത്ര. ഈ ലോക ജീവിതം ഒരു മടക്കയാത്രയായിത്തീരണം. ഫത്തേപൂർ സിക്രിയിൽ അക്ബർ എഴുതി വെച്ചൊരു വാചകം ഉണ്ടായിരുന്നു എന്ന് വായിച്ചിട്ടുണ്ട്. യേശുക്രിസ്തുവിൻ്റെ വാചകമാണ്, പക്ഷെ സുവിശേഷങ്ങളിലില്ല. ഇങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത്: ഈ ലോകം ഒരു പാലമാണ്, ആരും ഈ പാലത്തിൽ ഭവനങ്ങൾ വെക്കരുത്. ലോകമാകുന്ന പാലം എന്ന് പറഞ്ഞാൽ അക്കരയ്ക്ക് ഇക്കരയ്ക്ക് യാത്ര ചെയ്യാനുള്ള ഉപാധിയാണ്. പാർക്കിംഗ് പോലും അനുവാദമില്ല പാലത്തിൽ. ഈ ലോകമാകുന്ന പാലത്തിലൂടെ ഭൂരിപക്ഷം ആളുകൾ ദൂരേക്ക് പോകുന്നു, ന്യൂനപക്ഷം ആളുകൾ മടക്കയാത്ര ചെയ്യുന്നു. ഞാൻ ചോദിക്കട്ടെ സ്നേഹിതരെ, 2 കൂട്ടരുടെ കണ്ടുമുട്ടുന്ന പാലമാണ് ഈ ലോകം. എങ്ങോട്ടാണ് ഈ യാത്ര? ഈ രാത്രി എൻ്റെ ജീവനെ ചോദിച്ചാൽ നിത്യത എവിടെ കഴിയും? മാറ്റി മാറ്റി വെക്കരുത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ, ആദ്യത്തെ ദിവസം പറഞ്ഞ പോലെ, ഓരോ പ്രസംഗവും നമ്മുടെ അവസാനത്തെ പ്രസംഗ കേൾവിയാണെന്ന് ഓർക്കണം. ഈ രാത്രി എൻ്റെ ജീവനെ, ഇന്ന് നിന്റെ വേദവസ ചോദ്യമാണല്ലോ, ഇന്ന് നിന്റെ ഈ രാത്രി എൻ്റെ ജീവനെ ചോദ്യം, നിത്യത എവിടെ കഴിയും? ഉറപ്പുണ്ടോ? ഞാൻ എവിടെ ഒന്നും പറയാൻ തയ്യാറാണ്. ഇപ്പം ഞാൻ വീണ് മരിച്ചാൽ ദൈവസന്നിധിയിലെത്തുന്ന ഉറപ്പ് എനിക്കുണ്ട്. ദൈവത്തിന് സ്തോത്രം. അവരത് ഉറപ്പിക്കണം. ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ തിരുമേനിയോട് ഒരു പത്രസമ്മേളനത്തിൽ വെച്ച് രാവിലെ 11 മണിക്ക് അവിടുത്തെ വത്തിക്കാൻ കൊട്ടാരത്തിൽ നടക്കുന്ന പത്രസമ്മേളനത്തിൽ വെച്ച് ബിരുദനായ പത്രക്കാരൻ ചോദിച്ചു, രാവിലെ 11 മണിക്ക് വയോധികനായ ബിഷപ്പിനോട് ചോദിക്കുകയാണ്. മറ്റ് വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ചാടി വീണ് ചോദിച്ചു, തിരുമേനി ഇപ്പം മരിച്ചാൽ എന്തോ ചെയ്യും? തിരുമേനി ഇപ്പം മരിച്ചാൽ എന്തോ ചെയ്യും? പത്രക്കാരൻ ചോദിച്ചതാണ്. അപ്പോൾ തിരുമേനി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, സഹോദര, ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കഴിച്ചത് വത്തിക്കാൻ കൊട്ടാരത്തിൽ നിന്നാണ്. എന്നിട്ട് അയാളോട് ചോദിച്ചു, ഇപ്പം സമയം എന്തോ ആയി? അയാളോട് ഇപ്പം 11 മണിയായി. അപ്പോൾ മാർപ്പാപ്പ തിരുമേനി പറഞ്ഞു, ഇപ്പം ഞാൻ മരിച്ചാൽ എൻ്റെ ഉച്ചഭക്ഷണം യേശുവിനോട് കൂടെ ആയിരിക്കും. പ്രിയപ്പെട്ട ലണ്ടൻ സെൻറ്റ് ജോൺസ് ഇടവകാംഗങ്ങളെ, ഇപ്പോൾ ഞാൻ മരിച്ചാൽ എൻ്റെ ഇന്നത്തെ സന്ധ്യ, ഡിന്നർ, സപ്പർ യേശുവിനോട് ആയിരിക്കും. ഉറപ്പുണ്ടോ? ഉറപ്പിക്കണം. എങ്ങോട്ടാണ് യാത്ര? അവൻ എഴുന്നേറ്റ് മടക്കയാത്ര. അതുകൊണ്ട് നമ്മൾ മടക്കയാത്രാ സംഘത്തിലെ അംഗങ്ങളാകണം. അങ്ങനെ ഞാൻ എഴുന്നേറ്റ് പോയി താഴോട്ട്. മതി. ഹാവ് യു എവർ സീൻ എ ഫാദർ റണ്ണിങ്? കണ്ടിട്ടുണ്ടോ?
ഏതെങ്കിലും പിതാവ് ഓടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പ്രത്യേകിച്ച് ഒരു ജൂവിഷ് നോബിൾ മാൻ, വലിയ സ്വത്തുകാരനായ ഒരു പിതാവ് ഓടുവോ? ഇവിടെ ഈ പിതാവ് ഓടിച്ചെല്ലുക. റെക്കൺസിലിയേഷൻ, നിരപ്പ്. ദൈവവുമായി നഷ്ടപ്പെട്ടു വരുന്ന നിരപ്പിലേക്ക് പിതാവ് ഇറങ്ങി വന്നെങ്കിലേ നിരപ്പാകത്തുള്ളൂ. ഓടി വന്ന് കഴുത്ത് കെട്ടിപ്പിടിച്ച് ചുംബിക്കുക. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, എൻ്റെ പിതാവിൻ്റെ ഇടത്തും വലത്തും നടന്ന് മദ്യപിച്ചത് 2 ക്രിസ്ത്യാനികളാണ്. ഇവർ 3 പേരും കൂട്ടുകാരാണ്, ഒരുമിച്ചാണ് കുടിക്കുന്നത്. അവരുടെ ഇടയിൽ നിന്നാണ് എൻ്റെ പിതാവിനെ ദൈവം വിളിച്ച് വേർതിരിച്ചത്. ദൈവത്തിന് സ്തോത്രം. മാർത്തോമാ സഭയിലെ സുവിശേഷ പ്രസംഗ സംഘത്തിലെ സുവിശേഷകനായി ഒരു കാലത്ത് കടമ്മനിട്ട കീഴ്ക്കഴൂർ പ്രദേശങ്ങളെ വിറപ്പിച്ചുകൊണ്ട് നടന്ന KD കൃഷ്ണപിള്ള എന്ന എൻ്റെ പിതാവ് സുവിശേഷകനായപ്പോൾ ഓരോ പള്ളിക്കാരും എന്തോരം നിർബന്ധിച്ചാണ് സുവിശേഷ പ്രസംഗത്തിന് വേണ്ടി വിളിച്ചുകൊണ്ടുപോയത്. ഒരിക്കൽ പോയപ്പോഴാണ് ബുദ്ധിമുട്ടിൽ വെച്ച് തൻ്റെ ഇടത്തും വലതുമായിട്ട് നടന്നതിൻ്റെ മദ്യപിച്ചിരുന്ന 2 ക്രിസ്ത്യാനി കൂട്ടുകാർ, ഒരാൾ മരിച്ചു കിടക്കുന്നു, ഒരാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടവനായിട്ട് പോലീസ് വണ്ടിയിലിരിക്കുന്നു. കൂട്ടുകാരനെ കുത്തിക്കൊന്നതാണ്. നീറ് പൊതിഞ്ഞ കൂട്ടുകാരൻ അവിടെ കിടക്കുന്നു, മറ്റേയാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടവനായിട്ടിരിക്കുന്നു. അവരുടെ നേതാവായിരുന്ന KD കൃഷ്ണപിള്ള ഞായറാഴ്ച രാവിലെ ജീവനുള്ള ദൈവത്തെ ആരാധിക്കാനായിട്ട് പോകുന്നു. ദിസ് ഈസ് റെക്കൺസിലിയേഷൻ. അതിന് മടിച്ചു നിൽക്കേണ്ട ആവശ്യമില്ല, പാപബോധം കൊണ്ട് അകന്നു നിൽക്കേണ്ട ആവശ്യമില്ല, ലജ്ജിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല. നീ വരുമ്പോൾ ഓടി വന്ന് കഴുത്ത് കെട്ടിപ്പിടിച്ച് ചുംബിച്ചതിനെ സ്വീകരിക്കുവാനായി സ്നേഹവാനായ പിതാവ് കാത്തിരിക്കും. താഴോട്ട്. വേഗം മേൽത്തരമായ അങ്കി കൊണ്ടുവന്നവനെ ധരിപ്പിക്കും, എൻ്റെ കാലിന് ചെരുപ്പണിയിക്കുവിൻ, കൈകൾക്ക് മോതിരം അണിയിക്കുക. റീക്ലോത്തിങ്, പുതിയ വസ്ത്രം ധരിക്കും. ഇവൻ ഇട്ടിരിക്കുന്ന ഈ മുഷിഞ്ഞ വസ്ത്രവുമായിട്ട് ഇവൻ അങ്ങ് മടങ്ങുകയാണ് ബോധം വന്നപ്പോൾ. നമ്മുടെ ആൾ ചിലരൊക്കെ ഇവിടെ കിടന്ന് കുളി തുടങ്ങും വിശുദ്ധരാകാൻ വേണ്ടി. നീ എത്ര കുളിച്ചാലും നീ വിശുദ്ധനാകത്തില്ല. നിന്റെ അശുദ്ധി മാറത്തില്ല. ആരെല്ലാം നിന്നെ കുളിപ്പിച്ചാലും അശുദ്ധി മാറത്തില്ല. ആയിരിക്കുന്ന അവസ്ഥ ദൈവസനിലേക്ക് മടങ്ങുമ്പോൾ പുതിയ വസ്ത്രം നൽകുവാൻ ദൈവം വിശുദ്ധ വസ്ത്രം നൽകണം. ദൈവം വിശുദ്ധ വസ്ത്രം നൽകിയാൽ മാത്രമേ നിനക്ക് മണിയറയിലേക്ക് പ്രവേശനമുള്ളൂ. റീക്ലോത്തിങ്, പുതിയ വസ്ത്രം. താഴോട്ട്. അങ്ങനെ അവർ ആനന്ദിച്ചു തുടങ്ങി. റിജോയ്സിങ് ലാസ്റ്റ് സ്റ്റെപ്പാണ്. 7 സ്റ്റെപ്പ് താഴേക്ക് വെച്ചവൻ സുബോധം വന്ന് 7 സ്റ്റെപ്പ് തിരികെ വെച്ചപ്പോൾ ആനന്ദത്തിൻ്റെ പരിപൂർത്തിയിലെത്തി. പണ്ടുണ്ടായിരുന്നതിൻ്റെ ഇരട്ടി ആനന്ദം. റിജോയ്സിങ് എന്നുള്ള പദത്തിന് വിപരീത പദം ഇല്ല, ഓപ്പോസിറ്റ് വേർഡില്ല. കാരണം അത് ദൈവം നൽകുന്ന ഒരവസ്ഥയാണ്. സന്തോഷമല്ല, സന്തോഷത്തിനൊക്കെ ഓപ്പോസിറ്റാണ്. പക്ഷേ റിജോയ്സിങ്ങിന് ഓപ്പോസിറ്റ് പദമില്ല. കാരണം ദൈവം നൽകുന്ന അവസ്ഥയാണ്, ദൈവം നൽകുന്ന അനുഭവമാണ്. ദൈവത്തിന് മാത്രമേ അത് തരാനും എടുക്കാനും ഒക്കത്തുള്ളൂ. ഒരു ക്യാൻസർ രോഗിയാണേലും റിജോയ്സിങ്, ആനന്ദിക്കാൻ പറ്റും. അതാണ് കാരാഗ്രഹത്തിൽ കൈകൾ ആമത്തിലിട്ടിരുന്നിട്ടും പൗലോസൊക്കെ റിജോയ്സ് ഇൻ ദ ലോർഡ് ഓൾവേസ് എന്ന് പറയുന്നത്. അതൊരു അനുഭവമാണ്, ദൈവമൊക്കെ ലഭിക്കുന്ന അനുഭവമാണ്. പണ്ടുണ്ടായിരുന്നതിൻ്റെ ഇരട്ടി അനുഭവം, പണ്ടുണ്ടായിരുന്ന ഇരട്ടി ആനന്ദം. കാരണം എൻ്റെ മകൻ മരിച്ചവനായിരുന്നു, ജീവിച്ചിരിക്കുന്നു, കാണാതെ പോയിരിക്കുന്നു, കണ്ടുകിട്ടിയിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ സന്തോഷിപ്പീൻ. ആയ ഒരു ആനന്ദം അവിടെ. ഒരു പാപി മാനസാന്തരപ്പെട്ടാൽ സ്വർഗം ആനന്ദിക്കും, കുടുംബം ആനന്ദിക്കും, ഇടവക ആനന്ദിക്കും, ദേശം ആനന്ദിക്കും. ഈ ഒരു ആനന്ദത്തിൻ്റെ പരിപൂർത്തിയിലേക്കാണ് ദൈവം നമ്മളെ ക്ഷണിക്കുന്നത്. ദൈവം ഒരുക്കുന്ന ആനന്ദത്തിൻ്റെ പരിപൂർത്തി. വെണ്ണിക്കുളത്തിനടുത്തൊരു പള്ളിയിൽ ഞാൻ പ്രസംഗിക്കാൻ പോയപ്പോൾ 3 ദിവസത്തെ കൺവെൻഷനാണ്. 3-ാമത്തെ ദിവസം പ്രസംഗം കഴിഞ്ഞു. സാക്ഷ്യത്തിന് അവസരം കൊടുത്തു, സാക്ഷ്യം പറയാനായിട്ട് അവസരം കൊടുത്തു. അപ്പോൾ ഒരു ചെറുപ്പക്കാരൻ മുന്നോട്ട് വന്ന് സാക്ഷ്യം പറഞ്ഞത് ഞാൻ വർഷങ്ങൾ മുമ്പാണ്. അത് വളരെ ഹാർട്ട് ടച്ചിങ് ആയതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ ഓർപ്പിക്കുകയാണ്. അദ്ദേഹം വന്ന് പറഞ്ഞു, ഞാൻ ഈ പള്ളിക്കാരനാണ്, നിങ്ങൾക്ക് എന്നെ അറിയാമല്ലോ, എനിക്ക് 35 വയസ്സുണ്ട്, ഞാനൊരു കൂലിപ്പണിക്കാരനാണ്, എനിക്ക് ഒരു ദിവസം ജോലിക്ക് പോയാൽ 350 രൂപ കിട്ടും. അന്നാണ്, വളരെ മുമ്പാണ്.
350 രൂപ കിട്ടിയാൽ അത് മുഴുവൻ ഞാൻ അടുത്തുള്ള മദ്യഷാപ്പിൽ കൊടുത്ത് മദ്യപിച്ചിട്ടേ വീട്ടിലോട്ട് ചെല്ലുള്ളൂ. ഇനി ഭാര്യയും 2 മക്കളും ഉണ്ട്. മൂത്ത കുഞ്ഞിന് 4.5 വയസ്സ്, ഇളയ കുഞ്ഞിന് 1.5 വയസ്സ്. കുഞ്ഞുങ്ങൾ ചെറുതാണ്ട് ഭാര്യ ജോലിക്കൊന്നും പോകാറില്ല, ഞാൻ മാത്രമേ പോകാറുള്ളൂ. പക്ഷെ ഞാൻ 1 പൈസ പോലും വീട്ടിൽ കൊടുക്കത്തില്ല. എന്നാൽ സന്ധ്യയ്ക്ക് വീട്ടിൽ വരുമ്പോൾ എനിക്ക് സുഭിക്ഷമായ ഭക്ഷണം കിട്ടണം, അല്ലെ ഞാൻ ഭാര്യയെ ഉപദ്രവിക്കും. അദ്ദേഹം പറയാണ്. ഒരു ദിവസം ഞാനിങ്ങനെ ജോലി കഴിഞ്ഞ് സന്ധ്യയ്ക്ക് കുടിച്ച് ബോധമില്ലാതെ വരുമ്പോൾ ആരോ കൊടുത്ത അരി വെച്ച്, അതായത് കുഞ്ഞുങ്ങൾ പട്ടിണി കിടക്കാതിരിക്കാൻ ആരോ കൊടുത്താണ്, അരി വെച്ച് ഭാര്യ മൺകലത്തിൽ കഞ്ഞി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ബോധമില്ലാത്ത ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് ഇതുവരെ ചോർന്ന് ശരിയായില്ലേലും ചോദിച്ചു അവിടെ മുടിക്കുത്തിന് പിടിച്ച് വലിച്ചെറിഞ്ഞു. അവളിങ്ങനെ വേച്ച് പോയി തല ഭിത്തിയിൽ അടിച്ച് അവൾ കിടന്ന് കരയാൻ തുടങ്ങി. അവൾ കരയുന്ന കണ്ടപ്പോൾ 1.5 വയസ്സുകാരൻ കുഞ്ഞ് വാവിട്ട് നിലവിളിച്ചു. 4.5 വയസ്സുകാരൻ കുഞ്ഞ് ഭയന്ന് നിലവിളിച്ചുകൊണ്ടോടി കഥയിൻ്റെ പുറകെ പറഞ്ഞ് പാത്തു നിന്ന് കരയുകയാണ്. ഞങ്ങളുടെ വീട്ടിൽ ഈ കരച്ചിൽ എല്ലാ ദിവസവും ആയതുകൊണ്ട് ആരും ശ്രദ്ധിക്കാറില്ല. എന്നിട്ടും ദേഷ്യം തീരാൻ ഞാൻ ചെന്ന് ആ കത്തിക്കൊണ്ടിരുന്ന മൺകലത്തിനിട്ട് തൊഴിച്ചു. സ്വന്തം പള്ളി പറയുകയാണ്. മൺകലത്തിന് തൊഴിച്ചപ്പോൾ ആ ചൂട് വെള്ളവും പകുതി വെന്ത ചോറും കൂടെ അവിടെ വെതറി വീണു. അത് കഴിഞ്ഞ ക്രൂരനായ മനുഷ്യൻ വിങ്ങി കരഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്, ആ പകുതി വെന്ത ചോറ് കണ്ടപ്പോൾ അവൻ്റെ അമ്മയുടെ ഒക്കത്തിരിക്കുന്ന 1.5 വയസ്സുകാരൻ കുഞ്ഞ്, വിശന്നിരിക്കുന്ന കുഞ്ഞ് അവൻ്റെ അമ്മയുടെ ഒക്കത്തുനിന്ന് ഊർന്നിറങ്ങി മുട്ടയെ നീന്തി ചെന്ന് അവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ അവൻ്റെ കൊച്ചു കൈ കൊണ്ട് ഈ പകുതി വെന്ത ചോറ് പറക്കി തിന്നുന്നത് ഞാൻ കണ്ടു. ബോധമില്ലാത്ത ഞാൻ ചെന്ന് അവനത് പറക്കി തിന്നാതിരിക്കാൻ അവൻ്റെ കൈകളിങ്ങനെ ചവിട്ടി പിടിച്ചുകൊണ്ടിരുന്നവനാണ്. അത്രമാത്രം ക്രൂരതയിൽ ജീവിച്ച എൻ്റെ ജീവിതത്തിലേക്ക് യേശു പ്രവേശിച്ചിരിക്കുന്നു. ഞാനിന്നൊരു പുതിയ വ്യക്തിയാണ്. ഇന്നെൻ്റെ വീട്ടിൽ സന്തോഷമുണ്ട്, സമാധാനമുണ്ട്. ഞാൻ ചോദിച്ചു, അദ്ദേഹത്തിൻ്റെ ഭാര്യ വന്നിട്ടുണ്ടോ? ഒരു കുഞ്ഞിനെ ഒക്കത്ത് വെച്ച് ഒരു കുഞ്ഞിനെ കൈ പിടിച്ചോണ്ടെന്ന് പറയാണ്. ഞങ്ങളിന്ന് സമാധാനം അനുഭവിക്കും. ഒരു മെല്ലിച്ച സ്ത്രീ. വരുമാനം വർദ്ധിച്ചതിൻ്റെ സമാധാനമല്ല, യേശു പ്രവേശിച്ചതിൻ്റെ സമാധാനം. ഈ ഒരു അനുഭവത്തിലേക്കാണ് യേശു നമ്മളെ ക്ഷണിക്കുന്നത്. നമ്മുടെ ജീവിതയാത്രയെക്കുറിച്ചാണ് നമ്മൾ ഈ ദിവസങ്ങൾ ചിന്തിച്ചത്. നമുക്കൊരവസരമേ ഈ ലോകത്ത് ദൈവം നൽകിയിട്ടുള്ളൂ. ദൈവത്തിൻ്റെ മക്കളായിട്ട് ഈ ലോകത്ത് ജീവിക്കും വലിയ പദവിയും അവകാശം നമുക്ക് നൽകി യേശു ക്രിസ്തുവിലൂടെ. ദൈവത്തിന് സ്തോത്രം. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളായി ജീവിപ്പാൻ ദൈവം നമുക്ക് അവകാശം തന്നു. ഒരു സുവിശേഷ വിഹിത സഭയുടെ അംഗമായി ജീവിപ്പാൻ ദൈവം നമുക്ക് അവകാശം തന്നു. അനുഗ്രഹിക്കപ്പെട്ട കുടുംബങ്ങൾ ജീവിപ്പാൻ ദൈവം നമുക്ക് അവസരം തന്നു. ദൈവവേദലായിട്ടാണോ ജീവിക്കുന്നത്? എങ്ങോട്ടാണ് ജീവിതയാത്ര? ഞാൻ എൻ്റെ ദൈവസേനയിൽ എത്തിച്ചേരുമെന്ന് ഉറപ്പുണ്ടോ? നമ്മുടെ കൺവെൻഷൻ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ ജീവിതങ്ങളെ ദൈവസേനയിൽ സമർപ്പിക്കാൻ നമുക്ക് സാധിക്കുമോ? നമ്മുടെ രഹസ്യപാപങ്ങളെ, പരസ്യപാപങ്ങളെ ദൈവസേനയിൽ ഏറ്റുപറയാൻ നമുക്ക് സാധിക്കുമോ? നമുക്ക് എഴുന്നേറ്റും ദൈവസേന നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കാം. കർത്താവേ, ഈ ഹോശന ഞായറാഴ്ച ഞാൻ വിശ്വാസത്തോടെ നിന്റെ സന്നിധിയിലേക്ക് എല്ലാവർക്കും എഴുന്നേൽക്കാം. പോക്കി എൻ്റെ പാപമെല്ലാം തൻ്റെ യാഗത്താൽ നീക്കി എൻ്റെ ശാപമെല്ലാം താൻ വഹിച്ചതാൽ. പോക്കി എൻ്റെ പാപമെല്ലാം തൻ്റെ യാഗത്താൽ നീക്കി എൻ്റെ ശാപമെല്ലാം താൻ വഹിച്ചതാൽ. ഓർക്കുന്തോറും സ്നേഹമെന്നിൽ വർദ്ധിച്ചിടുന്നേ, ഓർക്കുന്തോറും സ്നേഹമെന്നിൽ വർദ്ധിച്ചിടുന്നേ. പാർക്കുന്നേതൻ കൂടെ വാഴാൻ എന്നു സാധ്യമോ? പാർക്കുന്നേതൻ കൂടെ വാഴാൻ എന്നു സാധ്യമോ? നല്ലവനെ വല്ലഭനെ പൊന്നു കാന്തനെ അല്ല തീർപ്പാനെന്നു വന്നു ചേർത്തിടുമെന്നെ. തുല്യമില്ല മോദത്തോടു വീണകളേന്തി, തുല്യമില്ല മോദത്തോടു വീണകളേന്തി. ഹല്ലേലൂയ ഗാനം പാടി വാണിടുവാനായി, ഹല്ലേലൂയ ഗാനം പാടി വാണിടുവാനായി. യേശുവോടു ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ, യേശുവിനായി ജീവിക്കുന്നതെത്ര. ദൈവമായ കർത്താവേ, ഞങ്ങൾക്ക് ഈ ഹോശന ഞായറാഴ്ച ദൈവസേന ഞങ്ങളെ തന്നെ സമർപ്പിക്കുവാൻ ലഭിച്ച അവസരത്തിനായി സ്തോത്രം. ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായ പാപങ്ങൾ വിട്ടോടി കർത്താവിനോട് ജീവിതത്തെ തുടരുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു.
ഞങ്ങളുടെ ജീവിതത്തെ ഞങ്ങൾ നിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു കർത്താവെ. സമർപ്പണം പുതുക്കിയവർക്ക് വേണ്ടിയും സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ. കർത്താവിൻ്റെ സന്നിധിയിലേക്കുള്ള മടക്ക യാത്ര ഇന്ന് മുതൽ ആരംഭിക്കുവാൻ നിന്റെ മക്കൾക്ക് ഇടയാക്കണമേ. ഇടങ്ങളെല്ലാവരെയും നീ അനുഗ്രഹിച്ച വാഴ്ത്തണമേ. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കണമേ.